to 90 Plus, India's first animated live tuition. Good evening. എവിടെ ക്യാമറ കുറെ പേരുടെ ഓഫ് ആണല്ലോ? എവിടെ ക്യാമറ ഓൺ ചെയ്തെല്ലാരും? എവിടെ ക്യാമറ ഓൺ ആവട്ടെ? യെസ് ഡേ ഇനി കുറെ പേര് ഓൺ ആക്കാനുണ്ടല്ലോ. ഓൺ ആവട്ടെ, എല്ലാവരും ഓൺ ആക്കിയേ. യെസ് ഗുഡ് ഈവനിങ് അഭിരാജ്, നിതിക, ദർശന, യെസ് ഏഞ്ചൽ. യെസ്, ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഇന്ന് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ക്ലാസ്സാ. ഏത് ഇപ്പൊ കേട്ടപ്പോ കുറച്ചൊന്ന് ബൂസ്റ്റ് ആയില്ലേ? ക്ലാസ് തുടങ്ങാനൊരു ഉന്മേഷമൊക്കെ വന്നില്ലേ? അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ക്ലാസ് ഇന്നത്തോടെ നിർത്തി. ഓക്കെ, അതെ ചച്ചാ ഇന്നും കൂടെ ഉള്ളു. അതപ്പോ ഇതിന് ഞാൻ വരില്ല. ഇനി ഞാൻ വന്ന് ഏത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിക്കാന്നൊന്നും പറയില്ല. കഴിഞ്ഞു. അതെ ഇപ്പഴേ ചാച്ചാലുണ്ട്, 8:30 തന്നാ മതി. ഓക്കെ. സങ്കടം ഉണ്ടോ? നിഹാരിക്ക് സങ്കടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷം തോന്നുന്നുണ്ട്. വേറെ അതെ, ഋഷ്വന്ത് ഇപ്പഴേ ടാറ്റൊക്കെ തന്നു. എനിക്ക് വയ്യ. നിങ്ങളിത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഇത് ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കും, അപ്പൊ പറയണം. നല്ലൊക്കെ പറഞ്ഞോളൂട്ടോ. അതെ, ഇത് കുറച്ച് ഋഷ്വൻ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ചെയ്യാ. ഓക്കെ. അയ്യോ ഇപ്പൊ എല്ലാവർക്കും വിഷമായി തുടങ്ങി. ഒരാള് വിഷമം എന്ന് പറഞ്ഞോണ്ട് എനിക്ക് വിഷമാവാതിരിക്കാനാണോ നിങ്ങൾ വിഷമം ഉണ്ടെന്ന് പറയണേ? ഓക്കേടാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മളിന്ന് പുതിയതൊന്നും പഠിക്കാനില്ല. നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഒന്ന് നമ്മള് റിവിഷൻ പോലെ നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തോടെ ഇതുവരെ പഠിച്ചതെല്ലാം ക്ലിയർ ചെയ്ത് പോണു. യെസ്, തീർത്തേക്ക് പോണേൽ വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ആകെ ഒരു ആശ്വാസം. ഓക്കെ, കൊറേ ഉണ്ട്. അതെ, ഇവാൻ അവിടെ ഇമോജി ഇട്ട് കളിക്കണ. എന്താ ഇവാനെ? പൊക്കോളാൻ സന്തോഷത്തോടെ പറഞ്ഞവിടാണോ നീ? യെസ്. മിസ് 8th വന്നാ ഞാൻ 2 ഗ്യാസ് കുറ്റി തരാന്ന്. എനിക്ക് വയ്യ. ഇത്രയും സ്നേഹം. എന്നാലും കുഴപ്പമില്ല, അവൻ നന്നാ ഞാൻ മേടിക്കും, ഒന്നും പറയില്ല. അതെ, ഋഷീശ്വരൻ മിസ്സിനെ സൂചിപ്പിക്കാൻ പറയണത് എനിക്കറിയാത്. ഓക്കെ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ അഭിരാജ്, ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് മിസ്സായ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് മേടിച്ചാൽ മതി കേട്ടോ, ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന്. യെസ്, അജയ് സാർ ഇല്ലടാ ഇവിടെ. അജയ് സാർ അല്ല സംസാരിക്കണേ. പിന്നെ അജയ് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായി. അതെ, മിസ് പറയുന്നുണ്ട്. ഓക്കേടാ, മിസ് ടു. യെസ്, ഇത് വേറെ സാർ, അജയ് സാർ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, കൊറേ പേര് മിസ് ഒക്കെ അയക്കണ്ട്. ഐ മിസ് യു ടു. ഓക്കെ, അപ്പൊ ലാസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ്. ഓക്കെ, ഏത്? ഓക്കെ, ഇല്ലടാ, വഴി സാറിന് ബുക്ക് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് റിവിഷൻ ക്ലാസ് തുടങ്ങാം. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. ഓക്കെ, എല്ലാരും പറയണം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ഇനി എന്താ പരിപാടിയൊക്കെ പറയണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യെസ് പറയണ. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓർമ്മയുണ്ടോ നോക്കണ്ടേ? കൊറേ എന്തൊക്കെയോ പഠിപ്പിച്ചു അല്ലേ? ഓർമ്മയുണ്ടാ? ഇന്ന് വരുമ്പോ കാണാൻ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന്. യെസ്, ഓക്കെ, നോക്കാം. നോക്കിയേ, വാട്ട് വി ലേൺഡ്. ഓർമ്മയുണ്ടോ ഇതൊക്കെ? ടോപ്പിക്കുകൾ നോക്കിയേ. ഓർമ്മയുണ്ടോ ഈ ടോപ്പിക്കുകളൊക്കെ? ഓർമ്മയുണ്ടെങ്കിൽ സംശയപ്പെട്ടേ. ഉണ്ടോ? ഓർമ്മയുണ്ടോ? യെസ്, ഓർമ്മയുണ്ട്. കുറെ പേർക്ക് ഓർമ്മയുണ്ട്. കുറച്ചേരൊക്കെ മറന്നുപോയി തോന്നുന്നുണ്ട്. യെസ്, നിവേദ്യ തംസപ്പെട്ടു. യെസ്, അവന്തിക. യെസ്, കുറെ പേർക്ക് ഓർമ്മയുണ്ട്. അപ്പോ യെസ്, പ്രാർത്ഥന. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് എല്ലാം ഒന്ന് പതുക്കെ നോക്കാം. ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമ്മൾ എടുത്ത സെയിം ക്ലാസ്സുകളല്ല, നിങ്ങൾ ഓൾറെഡി എഴുതിയെടുത്തിട്ടുള്ള സ്ലൈഡ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എങ്ങാനും നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സ്ലൈഡ്സ് എഴുതിയെടുക്കാൻ വിട്ടുപോയവരുണ്ടെങ്കിലൊക്കെ, അതുപോലെ മുന്നത്തെ ഏതെങ്കിലും 1-2 ക്ലാസ്സുകൾ മിസ്സായി പോയവരുണ്ടൊക്കെ എന്ത് ചെയ്യാ, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് മിസ്സായി പോയ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഇന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, ഒരാളെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, മിസ് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് തരാം കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ എന്ത് ചെയ്യാ,
ഓക്കെ എല്ലാം ഓക്കെ. നിവേദിക്ക് ഇതിന്റെ ഒക്കെ പേര് ഓർമ്മയുണ്ട്, പക്ഷെ കണ്ടന്റ് ആണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസെന്റ് എന്ത് ചെയ്യാം? യെസ്, ഓക്കെ. പേരെല്ലാവർക്കും ഓർമ്മയുണ്ടില്ല. അത് സ്ട്രോങ് ഒക്കെ അവളെ റീസിനുടെയും ആന്റണിയും ഒക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ എന്താ പഠിപ്പിച്ചതെന്ന് ഓർമ്മയില്ല. അത് കൊള്ളാടാ, നല്ലതത്. യെസ്, ഹാൻഡ് റൈസ് ചെയ്തവരായിരിക്കാം? യെസ്, ആ ഹാൻഡ് റൈസ് ചെയ്ത്, യെസ് ഹാൻഡ് റൈസ് ചെയ്ത അലൻ പറഞ്ഞോളനെ. ടീച്ചറെ ഞാൻ ആദ്യത്തെ 2 ക്ലാസ്സിൽ കയറിയിട്ടില്ല, കർണാടകയിൽ പോയത്. ആണോ? ഓക്കെ, സാരില്ല. നമുക്ക് എന്താ പറയാ, ഇന്നിപ്പോ മിസ് എടുക്കുമ്പോ ആ ടോപ്പിക് ഒക്കെ എടുക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്ലാസ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ മതി കേട്ടോ, അപ്പൊ അത് കിട്ടും. ഓക്കെ, ഡൺ. യെസ്, അടുത്ത ആളാരാ? പർവണ പറഞ്ഞോടാ. മെസ്സേജ് മാമിന് കാണാൻ പറ്റുന്നുണ്ടോ? ഓ, കാണുന്നുണ്ടടാ, പറഞ്ഞോ. ക്ലാസ് റൂമിലാണോ മെസ്സേജിലാണോ ഉള്ളത്? മെസ്സേജിലടാ, മെസ്സേജിലല്ലേ? അതെ, ആ ഓക്കെടാ, കാണുന്നുണ്ട്. ഇല്ലില്ല, മോളിപ്പോ ഇതിന് മുന്നേ ലാസ്റ്റ് അയച്ചത് മാം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അല്ലേ? അതേതിലയച്ചേ? ക്ലാസ് റൂമിൽ. ആ, അപ്പൊ അതിലയച്ചാ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. കൊറേ പേർക്ക് ഇത് ഹെഡിങ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പൊ ഇനി കണ്ടന്റ് കൂടി നമുക്ക് ഓർമ്മിച്ചെടുക്കണ്ടേ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് മിസ്സായിട്ടുള്ള ഏതെങ്കിലും ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോക്കി, നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സ്ട്രോങ് വൊക്കാബുലറി നമ്മൾ പഠിച്ചു, സിനോണിംസ് ആന്റണിംസ് നമ്മൾ പഠിച്ചു, പിന്നെ ഇഡിയംസ് എന്താന്ന് പഠിച്ചു, പ്രിഫിക്സ് സഫിക്സ് പഠിച്ചു, പിന്നെ വേർഡ് ഫാമിലീസ് പഠിച്ചു, ഹോമോഫോൺസും ഹോമണിംസും പഠിച്ചു, കോണ്ടെക്സ്റ്റുവൽ മീനിങ് എന്താന്ന് പഠിച്ചു. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? കോമ്പൗണ്ട് വേർഡ്സും കൺഫ്യൂസിങ് വേർഡ്സും പഠിച്ചത്. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. നോക്കാല്ലേ? ഓക്കെ, യെസ്, ഓക്കെ. നോക്കിയേ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് എന്തായിരുന്നു? സ്ട്രോങ് വൊക്കാബുലറി അല്ലേ? എന്തായിരുന്നു? സ്ട്രോങ് വൊക്കാബുലറി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്ട്രോങ് വൊക്കാബുലറി എന്ന്. ക്ലാസ്സിൽ ഇല്ലാതിരുന്നവരുണ്ട്, ഉണ്ടായിട്ട് മറന്നുപോയവരുണ്ട്. നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, നോക്കിയേ, സ്ട്രോങ് വൊക്കാബുലറി മീൻസ് having a good collection of words and using them effectively while speaking and writing. എന്താണ്? യെസ്, സ്ട്രോങ് വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എന്താണ്, നമ്മൾ അന്നൊരു വേർഡ് പറഞ്ഞു, എന്താണ്? കുറച്ച് മുത്ത് പോലത്തെ വേർഡ്സ് അല്ലേ? കുറച്ച് മുത്ത് പോലെ നല്ല അടിപൊളി വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവും, കുറച്ച് കളക്ഷൻ ഓഫ് വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. ആ വേർഡ്സിന് എന്ത് ചെയ്യാം? നമ്മൾ നല്ല എഫക്റ്റീവ്ലി നമ്മൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആ വേർഡ്സിന് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് വൊക്കാബുലറി എന്ന് പറയുന്നത്. സോ സ്ട്രോങ് വൊക്കാബുലറി ഹെൽപ്സ് us to express ideas clearly. നമ്മുടെ ഐഡിയാസ് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് വൊക്കാബുലറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സ്പീക്ക് ആൻഡ് റൈറ്റ് മോർ കോൺഫിഡന്റ്ലി, കുറെ കൂടി കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നു. അവോയ്ഡ് യൂസിങ് ദ സെയിം സിമ്പിൾ വേർഡ്സ് റിപ്പീറ്റഡ്ലി. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ വേർഡ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാണ്ട് പുതിയ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് സ്ട്രോങ് വൊക്കാബുലറി? നമ്മുടെ കയ്യിൽ കുറച്ച് അടിപൊളി വേർഡ്സ് ഉണ്ടാവുക, ആ വേർഡ്സ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, എന്ത് പറയുന്നത്? സ്ട്രോങ് വൊക്കാബുലറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്ട്രോങ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം പഠിച്ച സംഭവം എന്തായിരുന്നു? യെസ്, എന്താണ്? വെരി ബിഗ്. നമ്മൾ എപ്പോഴും പറയാ എന്താണ്? വെരി ബിഗ് എന്ന് പറയും അല്ലേ? ദർ ഇസ് എ വെരി ബിഗ് ഹൗസ് എന്ന് പറയും. പക്ഷേ വെരി ബിഗിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം എന്താ? വൺ വേർഡ് റീപ്ലേസ്മെന്റ് എന്താ? വെരി ബിഗ് എന്ന് പറയുന്നത് എന്താ? 2 വേർഡ്സ് ചേർത്തതാണ് അല്ലേ? വെരി എന്ന് പറയുന്ന വേർഡും ബിഗ് എന്ന് പറയുന്ന വേർഡും ചേർത്തതാണ് വെരി ബിഗ് അല്ലെ? അപ്പൊ എന്താ? വെരി ബിഗിനെ നമ്മൾ എങ്ങനെ ഒറ്റ വേർഡിൽ പറയാ? യെസ്, ഹ്യൂജ്. എന്താ നമ്മൾ പറയാ? ഹ്യൂജ്. അപ്പൊ യെസ്, നമ്മൾ എന്താ പറയാ? യെസ്, അവന്റെ ഇല്ലടാ, ലേറ്റ് ആയി പോയി, സാരില്ല. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, യെസ്, അപ്പൊ എന്താണ്? ഹ്യൂജ്. യെസ്, ഹ്യൂജ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് എന്താ? വെരി സ്മോൾ. എന്താ പറയാ? യെസ്, ടൈനി അല്ലേ? യെസ്, വെരി സ്മോൾ എന്ന് വെച്ചാൽ ടൈനി എന്നാ നമ്മൾ പറയാം. ഇനി വെരി ഹാപ്പി എന്താ? ഭയങ്കര സന്തോഷത്തിലാന്ന് പറയാം. എന്താണ്? നമ്മൾ എല്ലാത്തിനെയും കൂടി വെരി വെരി എന്ന് ചേർത്തിട്ടാ പറയാ അല്ലേ? യെസ്, ഒരു കാര്യം കുറച്ച് അധികം ഉണ്ട്, കുറച്ച് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം എന്ത് ചെയ്യും? വെരി ചേർക്കും അവിടെ കൊണ്ടുവന്നിട്ട്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഇനി വെരി ചേർക്കില്ല. നമ്മൾ സ്ട്രോങ് വൊക്കാബുലറി ഒക്കെ പഠിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ വെരി ചേർക്കില്ല. നമ്മൾ ഇനി അടിപൊളി വേർഡ്സ് മാത്രമേ പറയുള്ളൂ എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു.
അന്ന് വീട്ടിൽ പോയി പറഞ്ഞോ നിങ്ങളൊക്കെ? വെരി ഹംഗ്രിക്ക് പകരം സ്റ്റാവിംഗ് എന്നൊക്കെ പറഞ്ഞോ അമ്മയോട്? ആരാ പറഞ്ഞല്ലേ? ടീച്ചർ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞില്ല തോന്നണു കുറെ പേരുടെ മുഖം കണ്ടിട്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? യെസ്, വെരി ഹാപ്പി എന്താണ്? യെസ്, ഡിലൈറ്റഡ്. എന്താണ്? ഡിലൈറ്റഡ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഐ ആം വെരി ഹാപ്പി എന്ന് വെച്ചാൽ എന്താ? യെസ്, ഡിലൈറ്റഡ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഡിലൈറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെരി ടയേർഡ്. എന്താണ്? വെരി ടയേർഡ്. ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കാം. എന്താണ്? ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരിക്കാം. എന്താ പറയാ? യെസ്, എക്സോസ്റ്റഡ്. എന്താ പറയാ? എക്സോസ്റ്റഡ്. ഐ ആം എക്സോസ്റ്റഡ്. ഇത് ഞാൻ ഈ ക്ലാസ് ഒക്കെ കേട്ട് എക്സോസ്റ്റഡ് ആയി എന്ന് പറയാണ്. യെസ്, ഭയങ്കര എക്സോസ്റ്റഡ് ആയി, എനിക്ക് വയ്യ, ഇത് ക്ഷീണിച്ചു ഞാൻ എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി എന്താണ്? യെസ്, വെരി സ്മോൾ. എടാ, ഈ വെരി സ്മോൾ ഒക്കെ തന്നെയാണ് നമ്മൾ ടൈനി എന്ന് പറയാം. എക്സ്ട്രീംലി സ്മോളും നമുക്ക് ടൈനി എന്ന് പറയാം കേട്ടോ. ഓക്കെ, പ്രശ്നമില്ല. നമ്മളെ ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ ടൈനി എന്ന് പറയാം. ഏറ്റവും ടൈനി ഒബ്ജക്റ്റ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര, അല്ലെങ്കിൽ ടൈനി ഇൻസെക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഇൻസെക്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ഓക്കെ, ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അതിന്. ഇനി വെരി ആംഗ്രി എന്താണ്? ഫ്യൂരിയസ് ആണ്. ഫ്യൂരിയസ് നമ്മൾ പറഞ്ഞല്ലേ? യെസ്, മര്യാദയ്ക്ക് സമയത്തൊക്കെ ഇത് പഠിച്ചില്ലെങ്കിൽ അമ്മ എന്താവും? ഫ്യൂരിയസ് ആവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? എക്സാമ്പിൾ ഒക്കെ ഓർമ്മയുണ്ടോ നമ്മളെന്ന് പറഞ്ഞത്? യെസ്, ഇപ്പൊ കേൾക്കുമ്പോ എന്തൊക്കെയോ കുറച്ച് ഓർമ്മ വരണില്ലേ? പഠിച്ചത് മറന്നുപോയതൊക്കെ കുറച്ച് ഓർമ്മ വരണില്ലേ? ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ എന്താ? യെസ്, എന്താണ്? ഗോർജിയസ്. യെസ്, വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ഗോർജിയസ്. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് എന്താ? ഓക്കെ, ഇത് എഴുതിയെടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതെടുത്തോ. യെസ്, എഴുതിയെടുത്ത് തീരാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ മക്കളെ. നമുക്കിത് ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യണ്ടേ, അപ്പൊ കുറച്ചൊന്ന് നമുക്ക് വേഗം പോവാം. ഓക്കെ, അപ്പൊ എഴുതിയെടുത്ത് തീരാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത നോക്കിയേ. ലാസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ലൈഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത എന്താ? വെരി ഹംഗ്രി. എന്താണ്? വെരി ഹംഗ്രി. യെസ്, വെരി ഹംഗ്രി. എന്താണ് പറയാ? എന്താണ്? യെസ്, സ്റ്റാർവിംഗ്. യെസ്, തൻവീർ പറഞ്ഞ പോലെ നമുക്ക് വെരി ആംഗ്രിക്ക് ലിവിഡ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ പറയാം, അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി വെരി സ്മാർട്ട് എന്താ? യെസ്, ബ്രില്യന്റ്. മോനെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ ഒരാൾ. ഒരു മിനിറ്റ് മിസ്, ഈ ഒരു ടോപ്പിക് ഒന്ന് എടുത്ത് തീർന്നിട്ട് ഇപ്പോ ഹാൻഡ് റൈസ് ചെയ്ത ആളെ ഇപ്പൊ ഓൺ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. അപ്പൊ എന്താണ്? വെരി സ്മാർട്ട് എന്താണ്? ബ്രില്യന്റ്. എന്താണ്? ബ്രില്യന്റ്. യെസ്. ഇനി അടുത്തത് എന്താ? വെരി ഫാസ്റ്റ്. വെരി ഫാസ്റ്റ് എന്താ? റാപ്പിഡ്. എന്താണ്? റാപ്പിഡ്. വെരി ഫാസ്റ്റ് എന്താണ്? റാപ്പിഡ്. ദെൻ വെരി സ്കേർഡ്. എന്താണ് വെരി സ്കേർഡ്? യെസ്, എന്താണ്? ടെറിഫൈഡ്. ടെറിഫൈഡ്, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കാന്ന് പറയാണ്. യെസ്, ഐ ആം വെരി സ്കേർഡ്. എന്താണ്? ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക. എന്താണ്? ടെറിഫൈഡ് ആണ് അല്ലെ? യെസ്, ടെറിഫൈഡ് ആണ്. അടുത്തെന്താ? വെരി ഫണ്ണി. നമ്മൾ എന്താ പറഞ്ഞത്? വാഴ മൂവിയുടെ എക്സാമ്പിൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? യെസ്, അപ്പൊ കുറെ പേര് വാഴ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. വാഴ നാളെ OTT വരും, അപ്പൊ കാണാത്തവരൊക്കെ ഇനി OTT കാണുക. ഓക്കെ, നാളെ വാഴ മൂവി OTT വരും. ഓക്കെ, യെസ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റാതിരുന്നവരൊന്നും വിഷമിക്കണ്ട. ഓക്കെ, നാളെ OTT വരുമ്പോ എല്ലാരും ഡൗൺലോഡ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? യെസ്, അതെ, ജിയോ ഹോട്ട്സ്റ്റാറിൽ വരും, ദർശക് പറഞ്ഞ പോലെ. ഓക്കെ, യെസ്. അപ്പോ എല്ലാരും കാണാത്തവരൊക്കെ കാണാം. ഇറ്റ്സ് വെരി ഹിലാരിയസ്. ഓക്കെ, യെസ്. ഇനി അടുത്തെന്താ? വെരി ഗുഡ്. എന്താണ്? വെരി ഗുഡ്. യെസ്, പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേടാ. ഇനി വെരി ഗുഡ് എന്താണ്? യെസ്, എക്സലന്റ്. എക്സലന്റ്. യെസ്, എക്സലന്റ് എന്നാണ് പറയാ വെരി ഗുഡിന്. ഓക്കെ, അപ്പൊ ഈ സ്ട്രോങ് വൊക്കാബുലറി എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, യെസ്. ഈ ഒരു സ്ലൈഡ് ഓക്കെ അല്ലേ? ഇതിന്റെ മുന്നത്തെ സ്ലൈഡ് ഓക്കെ അല്ലേ? യെസ്, ഈ വേർഡ്സ് ഒന്നും ഡൗട്ട് ഇല്ലല്ലോ. സിമ്പിൾ വേർഡ്സ് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയുന്ന വേർഡ്സ് അല്ലേ? യെസ്, അപ്പൊ അതിന് ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, യെസ്. ഓക്കെ, അവിടെ ഹാൻഡ് റൈസ് ചെയ്ത് ആരായിരുന്നുടാ? ഇഷാൻ. യെസ്, പറഞ്ഞു ഇഷാനെ. ഒരു മിനിറ്റ് ഇഷാനെ. പറഞ്ഞോ. അതുപോലെ ടീച്ചർ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ളതല്ലേ? എടുത്തിട്ടുള്ളതാണ്. അതാ ഞാൻ ടീച്ചർ പറഞ്ഞത്. അതായത് ലാസ്റ്റ് ക്ലാസ്, അപ്പൊ നമ്മളൊക്കെ റിവൈസ് ചെയ്യാം, പുതിയതൊന്നും എടുക്കണില്ല ഇന്ന്.
അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ഇന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തത് തന്നെ ജസ്റ്റ് എല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോവാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒക്കെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ ഇന്നും കൂടി ഉള്ളൂ നമുക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ്. അതുകൊണ്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ് യെസ് ഡൊമിനിക്, യെസ് പറഞ്ഞോ. ക്യാമറ, ക്യാമറ എവിടെ? മെസ്സേജിന് മുമ്പത്തെ സ്ലൈഡ് കാണിക്കാവോ? ഓ, ഇതിന് മുന്നത്തെ സ്ലൈഡ് കാണിച്ചു തരാം. ഇതാണോ? യെസ്, ഓക്കെ. വെരി സ്കേർഡിനാണ് ഫാത്തിമ നമ്മൾ എന്താ പറഞ്ഞത്? വെരി സ്കേർഡ് നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, നമ്മൾ ടെറിഫൈഡ് എന്ന് പറഞ്ഞു അല്ലേ? ടെറിഫൈഡ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, യെസ് പറയണം. നമുക്കിനി ഇല്ല, അതാണ് ടീച്ചർ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത്. ഇനി നമുക്കില്ല. ഓക്കെ മോനെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ടീച്ചർ ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാണേ. ഓക്കെ, യെസ് വൈഷ്ണവ്. ഓക്കെ വൈഷ്ണവ്, ഹായ്. ഓക്കെ, അപ്പൊ നമുക്കിനി ടീച്ചർ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാ മിസ്സായി പോയത് ടീച്ചർ വേണമെങ്കിൽ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ ഫൈൻ. ഇല്ല തൻവീറ, ഇനി ഇല്ല, കഴിഞ്ഞു. ഓക്കെ യെസ്, അതിന്റെ എക്സാമ്പിൾ സെന്റൻസും കൂടി ഒന്ന് വേഗം നോക്കിയേ. ഓക്കെ, എന്താണ്? ദ സ്റ്റേഡിയം വാസ് ഹ്യൂജ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ അറ്റൻഡഡ് ദ മാച്ച്. എന്താണ്? സ്റ്റേഡിയം വളരെ വലുതായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്തു? മാച്ച് അറ്റൻഡ് ചെയ്തു, കാണാൻ വേണ്ടി വന്നു എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റേഡിയം വാസ് ഹ്യൂജ് എന്ന് വെച്ചാൽ എന്താ? യെസ്, സ്റ്റേഡിയം വളരെ വലുതായിരുന്നു. വെരി ബിഗിന് പകരമാണ് നമ്മളിവിടെ ഹ്യൂജ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കിയേ, ആഫ്റ്റർ റണ്ണിങ് ദ മാരത്തൺ ഹി ഫെൽറ്റ് എക്സോസ്റ്റഡ്. എന്തായിരുന്നു എക്സോസ്റ്റഡിന്റെ മീനിങ്? എന്തായിരുന്നു? കമന്റ് ചെയ്തേ. എന്തായിരുന്നു എക്സോസ്റ്റഡിന്റെ മീനിങ്? യെസ്, കമന്റ് ചെയ്ത്, ഫയർ ആയിട്ട് കമന്റ് ചെയ്തേ. തീർന്നു. യെസ് യെസ്, സമീറെ ട്രൈഡ് അല്ല കുട്ടാ, ടയേർഡ്. യെസ്, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പെല്ലിംഗ് മാറിപ്പോയി, നോക്കിയാൽ മതി. അയ്യ മാറുമെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി. ഓക്കെ യെസ്, ടയേർഡ് ടയേർഡ്, യെസ് കറക്റ്റ് ആണ്. വെരി ടയേർഡ്, യെസ് വെരി ടയേർഡ്, കറക്റ്റ്. വെരി ഹംഗ്രിയോ ഇഷാനെ? വെരി ഹംഗ്രി ഏതാ? സ്റ്റാവിംഗ് ആണ് വെരി ഹംഗ്രി. വെരി ടയേർഡ്. എക്സോസ്റ്റഡ് ഏതാണ്? വെരി ടയേർഡ് ആണ് കേട്ടോ. ഓക്കെ യെസ്, സോറി, ഇല്ലടാ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലേ? ഇത് തെറ്റിക്കില്ലല്ലോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ് ഫൈൻ, ഗുഡ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഷീ വാസ് ഡിലൈറ്റഡ് വെൻ ഷീ ഹേർഡ് ദ ഗുഡ് ന്യൂസ്. യെസ്, ഹാപ്പി ഹാപ്പി ഹാപ്പി. യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട് ഹാപ്പി ഹാപ്പി. യെസ്, ഞാനും ഹാപ്പി. അതുകൊണ്ട് ഓക്കെ, ഇവിടെ ഉള്ളവർ എന്താണ് മെസ്സേജ് അയക്കുന്നില്ലേ? യെസ് ഉണ്ട്. ഓക്കെ ഉണ്ട്. ഓക്കെ യെസ്, അടുത്തത്, the teacher was furious when the students broke the rule. Teacher was furious. Yes, angry. Yes, correct. The child was terrified during the thunderstorm. Thunderstorm etti, terrified etti. Yes, scared. Yes, correct. Adivoli, adivoli. Brilliant. Adutha, she gave a brilliant presentation in class today. Endana brilliant? Yes, smart. Yes. ഈ സെന്റൻസ് നിങ്ങൾ എഴുതിയിട്ടുള്ളതല്ലേ മക്കളെ? എഴുതണോന്ന് ഒരാൾ പിന്നെ ചോദിച്ചിട്ടുണ്ട്. എഴുതിയെടുക്കാത്തതാണെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എഴുതിയെടുത്തോട്ടാ പിന്നീട്. ഓക്കെ യെസ്, ഇപ്പൊ ടീച്ചർ എന്തായാലും ഇപ്പൊ എഴുതിയെടുക്കാനുള്ള സമയം നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. ഓക്കെ, അടുത്ത നോക്കിയേ, ആഫ്റ്റർ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours I was starving. യെസ്, ഹംഗ്രി. ഇതാണ് നേരത്തെ നമ്മുടെ ഇഷ്ടം പറഞ്ഞത്. കറക്റ്റ് ആണ്. ഇപ്പൊ അത് കറക്റ്റ് ആയി. ഓക്കെ, ഇപ്പൊ എന്താണ്? സ്റ്റാർവിംഗ്. അടുത്ത നോക്കിയേ, there has been a rapid increase in technology. യെസ്, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. എന്ത് റാപ്പിഡ് ആയിട്ട് എന്റെ പിള്ളേരെ ആൻസർ ചെയ്യണം. അടിപൊളി. അടുത്തത് എന്താ? ഷീ wore a gorgeous blue dress to the party. യെസ്, ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. യെസ്, ദർശക മേറിൻ മുഹമ്മദ്. അടിപൊളി, എല്ലാവരും ആൻസർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ്. അപ്പൊ ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഫൈൻ. യെസ്, സെറ്റ്. ഓക്കെ, എക്സലന്റ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും സെറ്റ് ആണ്. സ്ട്രോങ് വൊക്കാബുലറി ഓക്കെ അല്ലേ? സെറ്റിമസ. യെസ്, ഋഷ്വൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നും പറയാല്ല, സെറ്റ്. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? ഇനി ആരും സ്ട്രോങ് വൊക്കാബുലറി തെറ്റിക്കുള്ളൂ. ഇനി സാധാരണ വൊക്കാബുലറി യൂസ് ചെയ്യോ? ഇല്ല. യെസ്, സ്ട്രോങ് വൊക്കാബുലറി ടീച്ചർ അപ്പൊ വേഗം പറഞ്ഞു പോവാണ്. ഓക്കെ യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചോദിച്ചാൽ മതി. ടീച്ചർ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം എടുക്കണം. ടീച്ചർ വേഗം പറഞ്ഞു പോവാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതിയേ. ഇനി ഇത് നമ്മൾ എന്താ പറഞ്ഞത്? കോണ്ടെക്സ്റ്റ് ആണ്. അതായത് കറക്റ്റ് യൂസേജും ഇൻകറക്റ്റ് യൂസേജും. അതായത് നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് കോണ്ടെക്സ്റ്റ്? യെസ്, സാഹചര്യം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാനെന്ന് പറഞ്ഞു. അതായത് നമുക്കൊരിക്കലും സ്ട്രോങ്ങിന് പകരം നമുക്ക് വേണമെങ്കിൽ പവർഫുൾ എന്ന് പറയാം. യെസ്, പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? സ്ട്രോങ് കോഫിക്ക് പകരം പവർഫുൾ കോഫി എന്ന് പറയാൻ പറ്റില്ല.
യെസ്. അപ്പൊ എന്താണ്, അതാണ് നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിൽ ഏതാണ്? സ്ട്രോങ് കോഫീനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രോങ് സ്ലീപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ എന്താ പറയുള്ളൂ? ഡീപ് സ്ലീപ്പ് എന്നേ പറയുള്ളൂ. അതുപോലെ ഹൈയും ടോളും നമുക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി യൂസ് ചെയ്യാം, പക്ഷേ ഹൈ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുള്ളൂ, ഒരിക്കലും ടോൾ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയില്ല. അതാണ് ഇത് കോണ്ടെക്സ്റ്റ്. അടുത്ത എന്താ? ബിഗ് ഡിസിഷൻ. എന്താണ്? ലാർജ് ഡിസിഷൻ എന്ന് നമ്മൾ പറയോ? ഐ ടുക്ക് എ ലാർജ് ഡിസിഷൻ എന്ന് പറയോ? ഇല്ല. എന്താണ് നമ്മൾ പറയാ? ബിഗ് ഡിസിഷൻ. ഐ ടുക്ക് എ ബിഗ് ഡിസിഷൻ എന്നാ പറയാ, അല്ലെ? യെസ്. ഇനി ക്യാച്ച് എ ബസ്സും ഗ്രാബ് എ ബസ്സും ഏതാ കറക്റ്റ്? ക്യാച്ച് എ ബസ്. എന്താണ്? യെസ്, നമ്മൾ ആ ബസ് പിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആ ബസ് കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ആ ബസ് പിടിക്കണം എന്ന് വെച്ചാൽ എന്താ? ബസ്സിനെ പോയിട്ട് ഇങ്ങനെ പിടിക്കണമെന്നല്ലോ. എന്താണ്? യെസ്, എനിക്ക് ആ ബസ് കിട്ടണം, ആ ബസ്സിൽ കയറണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? യെസ്, കറക്റ്റ്. അപ്പൊ ഇതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. യെസ്. ഇനി നമ്മുടെ അടുത്ത് എന്തായിരുന്നു? സിനോണിംസും ആന്റോണിംസും ആയിരുന്നു നമ്മുടെ അടുത്ത ടോപ്പിക്. ഓക്കെ, നമുക്ക് സിനോണിംസ് ആന്റോണിംസ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, യെസ്. ഓ, റിഷ്വിൻ എക്സോസ്റ്റഡ് ആയി. മിസ്സീസ് എക്സോസ്റ്റഡ്. ഇല്ലടാ, മിസ് എക്സോസ്റ്റഡ് അല്ല, പ്രശ്നമില്ല. ലാസ്റ്റ് ക്ലാസ് അല്ലേ, കഴിഞ്ഞില്ല. ഇത് നിങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഈ ക്ലാസ്സിൽ കൂടെ അല്ലേ ഉള്ളൂ. ഞാൻ നിന്നെടുക്കും, ഫയർ നോക്കി, പ്രശ്നമില്ല. ഓക്കെ, യെസ്. മിസ്സീസ് എക്സോസ്റ്റഡ് എന്നാണോ അതോ മിസ്സിനോട് എക്സോസ്റ്റഡ് എന്നാണോ പറഞ്ഞത്? ഇഷാൻ ഐ ആം എക്സോസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. ഇഷാൻ ഇന്നും കൂടെ ഉള്ളൂ, ഇന്നത്തെ എക്സോസ്റ്റിനും കൂടെ അങ്ങ് സഹിക്ക്, ഇത് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, ഐ ആം സ്റ്റാവിങ്. ഷോ ഇഷാൻ, എനിക്ക് വയ്യ, എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടെന്ന് കഴിക്കങ്ങട്. ഓക്കെ, യെസ്. ഇല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോ അവിടെ ഇരുന്ന് ഭയങ്കര ഫുഡ് അടിയാട്ടാ. ഇന്നിപ്പോ വിശന്നിട്ടും കഴിക്കണില്ല, പാവം. കുറെ പേരെ ഞാൻ കാണാറുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുമ്പോ അവിടെ നിന്ന് ഫുഡ് അടിക്കണത്. ഏത് ഞാൻ ചായ ഒക്കെ കുടിക്കാണ്ട് വിഷമിച്ചിരിക്കുമ്പോ കുറെ പേര് എന്റെ മുഖത്തിരുന്ന് ചോറൊക്കെ കഴിക്കുന്നത്. ഒരു ഹാൻഡ് റൈസ് ഉണ്ടല്ലോ അവിടെ. സാരംഗെ ചോദിച്ചോ, പറഞ്ഞോളൂ. എന്താ? അൺമ്യൂട്ട് ചെയ്യാനോ? ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് പറ്റി? ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് വന്നിട്ട് പിന്നെ പെട്ടെന്ന് പോവായിരുന്നു. ഇപ്പൊ സാരംഗിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, ഹായ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒരെണ്ണം വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടില്ല. ആണോ? മോൻ അയച്ച മെസ്സേജ് ഇവിടെ കാണാനുണ്ട്. ഞാനിപ്പോ ഹാൻഡ് റൈസ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ഒരു ഹായ് മെസ്സേജ് വന്നിട്ട്, ചിലപ്പോ മോൻ നേരത്തെ അയച്ചതാണോ എന്ന് അറിയില്ല, ചിലപ്പോ ഇപ്പൊ വന്നതായിരിക്കും. കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലും മോനൊന്ന് പറഞ്ഞാ മതി കേട്ടോ, അൺമ്യൂട്ട് ചെയ്താൽ മതി, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ, അത് നോക്കാം. ഓക്കെ, സീനില്ല, നോക്കാം നമുക്ക്. ഓക്കെ, യെസ്. ഓക്കെ, ഇത് മക്കളെ കിട്ടാത്തൊരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ. ഇത് നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം നേരം സ്ലൈഡ് ഇങ്ങനെ കാണിച്ചിരിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ കിട്ടാത്തവര്. ഓക്കെ, യെസ്. എന്താ ഇവിടെ ആരാടെ ഫയർ ഇട്ട് കളിക്കണേ? റിഷ്വിനോ? എനിക്ക് വയ്യ, റിഷ്വിനൊന്നും മൊത്തം ഫയർ ആണല്ലോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സിനോണിംസ് ആന്റോണിംസും നോക്കാം. അപ്പൊ എന്താണ് സിനോണിംസ് ആന്റോണിംസും? യെസ്, സിനോണിംസ് വെച്ചാൽ എന്താണ്? സെയിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള കുറെ വേർഡ്സ് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിന്റെ അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് യൂസ് ചെയ്യാം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സ് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പുതിയ വേർഡ്സ് യൂസ് ചെയ്യാൻ പഠിക്കാം. അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? സിനോണിംസ് പഠിക്കുന്നത്. സിനോണിംസ് അപ്പൊ എന്ത് ചെയ്യും? യെസ്, നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും, സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും. അതുപോലെ സിനോണിംസ് നമ്മുടെ സെന്റൻസുകളിൽ ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, യെസ്. നോക്കിയേ, എന്താണ് സിനോണിംസിന്റെ എക്സാമ്പിൾ? നോക്കിയേ. യെസ്, സ്മാർട്ട്. സ്മാർട്ടിന് പകരം നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് ഇന്റലിജന്റ് എന്നും പറയാം, ക്ലെവർ എന്നും പറയാം. യെസ്, ഷീ ഈസ് സ്മാർട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഷീ ഈസ് ക്ലെവർ എന്ന് പറയാം, ഷീ ഈസ് ഇന്റലിജന്റ് എന്ന് പറയാം. എന്താണ്? സ്മാർട്ടിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇത്, ഇന്റലിജന്റും ക്ലെവറും. ഓക്കെ, യെസ്. അടുത്തത് ഏതാ? ബ്രേവ്. ഈശാൻ പറഞ്ഞത് താഴത്തെ ബ്രേവ് ആണോ? ബ്രേവിന് നമുക്ക് കറേജസും ഫിയർലെസ്സും ആണ്. ഓക്കെ, ബിഗിൻ എന്താണ്? ബിഗിൻ എന്ന് വെച്ചാൽ എന്താ? യെസ്, സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബിഗിൻ ചെയ്യാന്ന് പറയാം, അല്ലെ? യെസ്, അവിടെ ഹെസതൊക്കെ ഇത് എക്സോസ്റ്റഡ് ആയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എക്സോസ്റ്റഡ് ആവല്ലേ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടിരിക്കും. ഇനി ബിഗിൻ എന്താണ്? സ്റ്റാർട്ടും അതുപോലെ കമന്റ്സും. അതിന് നമ്മൾ എന്താണ് പറയാ? ബിഗിൻ. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്, തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഫാസ്റ്റ് എന്താണ്? യെസ്, ക്വിക്ക് അല്ലെങ്കിൽ റാപ്പിഡ്, അല്ലെ? വേഗം, വേഗത എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? യെസ്, ഫാസ്റ്റ് വരുന്നത്. ഇനി ഈസി എന്താണ്? യെസ്, യെസ്. ഏതാണ് ആർദ്ര പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഏതാന്ന് ചോദിച്ചത് മോള്? ആ വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്, ഈസി എന്താണ്? യെസ്, സിമ്പിൾ അല്ലെങ്കിൽ എഫേർട്ട്ലെസ്. ഓക്കെ, അതാണ് മോള് ചോദിച്ചത്. ഈസി, സിമ്പിൾ,
യെസ് സിമ്പിൾ. അതുപോലെ നമുക്ക് എഫേർട്ട്ലെസ് എന്ന് പറയാം. ഓക്കെ, എഫേർട്ട്ലെസ് എന്ന് വെച്ചാൽ എന്താ? അതെ, നമുക്ക് അധികം എഫേർട്ട് ഒന്നും ഇടണ്ടാത്തത്. ഓക്കെ, സിനണിംസ് എന്നാണ്. അത് ആരുടെ സിനണിംസ് എന്നാണ് നമ്മൾ പറയാം കേട്ടോ. സിനണിംസ്. ഓക്കെ, സിനണിംസ് എന്നാണ് നമ്മൾ പറയാം. ഇനി ബ്യൂട്ടിഫുൾ എന്താണ്? അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഗോർജിയസ്. നമുക്കറിയാലേ പ്രെറ്റി എന്ന് പറയാം. യെസ്, നമുക്ക് പ്രെറ്റി എന്ന് പറയാം, അട്രാക്റ്റീവ് എന്ന് പറയാം, ഗോർജിയസ് എന്ന് പറയാം, ഇഷ്ടം പോലെ ഉണ്ട്. യെസ്. പിന്നെ ബ്രേവ് എന്താണ്? ധൈര്യം അല്ലേ? ധൈര്യമാണ് ബ്രേവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കറേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം തന്നെയാണ് അർത്ഥം. ഫിയർലെസ് എന്ന് വെച്ചാൽ എന്താണ്? പേടിയില്ലാത്ത അവസ്ഥ എന്താ? ധൈര്യമുള്ള അവസ്ഥ. അപ്പൊ അതാണ് ഇത് ഫിയർലെസ്. റിച്ച് എന്താണ്? യെസ്, ഭയങ്കര പൈസയൊക്കെ ഉള്ള അല്ലെ, നല്ല അടിപൊളിയായിട്ടുള്ള ഇതുള്ള ലൈഫിനാണ് നമ്മൾ റിച്ച് ലൈഫ് എന്ന് പറയാം അല്ലെ. അപ്പൊ അതെന്താണ്? വെൽത്തി, അതുപോലെ പ്രോസ്പെറസ്. വെൽത്തി, പ്രോസ്പെറസ് അന്ന് നമ്മൾ പറഞ്ഞു. പ്രോസ്പെറസ് എന്നുള്ള വേർഡ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് എവിടെയാണ്? യെസ്, ആൾക്കാർ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ യെസ് വിഷ് പ്രോസ്പെറസ് ലൈഫ് എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ നമ്മുടെ പ്ലെഡ്ജ് എടുക്കുമ്പോൾ ഏത്? യെസ്, ഇന്ത്യ ഈസ് മൈ കൺട്രി, അതിലൊരു പ്രോസ്പെറസ് വരുന്നുണ്ട്. ഓക്കെ, യെസ്, അതാണ്. ഓക്കെ, അവിടെ ഒരാളെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ് ഇവാൻ. എന്തോ ഫാസ്റ്റ് എന്ന് പറയില്ലേ? ആ, ഫാസ്റ്റിനെ ഷിഫ്റ്റ്ലി എന്നൊക്കെ പറയില്ലേ? ഷിഫ്റ്റ്ലി എന്നോ? സ്വിഫ്റ്റ്ലി സ്വിഫ്റ്റ്ലി ഫാസ്റ്റിനാണോ മോൻ ചോദിച്ചത്? ഫാസ്റ്റിന്റെ വേറെ സിനോണിം ആണോ ചോദിച്ചേ? ആ, നമുക്ക് കുറെ സിനോണിംസ് ഉണ്ടാവും. നമ്മളിപ്പോ ആകെ നമ്മൾ ഇതിന്റെ അകത്ത് ആകെ ഒരു 3-4 എണ്ണല്ലേ പഠിക്കുന്നുള്ളൂ. സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാലും ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, സെയിം മീനിങ്. അപ്പൊ കുറെ വേർഡ്സ് ഉണ്ടാവും. നമ്മൾ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് 2 എക്സാമ്പിൾസ് പരിചയപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. മോൻ പറഞ്ഞ പോലെ സ്വിഫ്റ്റ്ലി എന്ന് പറയാൻ വേറെ വേർഡ്സ് ഒക്കെ ഇതിനുണ്ട്. ഓക്കെ, യെസ്. വേറൊരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇത് സിനോണിംസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരാൾ ഇപ്പൊ ജോയിൻ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. യെസ്, യെസ്. ആ ഓക്കേടാ, സാരില്ല കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത നോക്കിയേ, വേഗം നോക്കിയേ. നമുക്ക് ഇന്ന് മൊത്തം ടോപ്പിക് എടുത്ത് തീർക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നോക്കിയേ. ടീച്ചർ ഒന്ന് ഓടിച്ചെടുത്ത് പോവാം. മക്കള് ഡൗട്ട് ഉള്ളത് മാത്രം ചോദിച്ചോ കേട്ടോ. നമ്മൾ റിവൈസ് ചെയ്യല്ലേ, അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടീച്ചർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകുന്നതാ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കും കേട്ടോ മക്കളെ. ഓക്കെ, ടീച്ചർ വേഗം എടുത്തു പോവാം. ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. യെസ്, അവൻ അനവദ്യ. യെസ്, എന്താണ് അനവദ്യ? ഡൗട്ടാണോ? യെസ്, അനവദ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? യെസ്, അനവദ്യ. ആ പറഞ്ഞു അനവദ്യ മോളെ, പറഞ്ഞു. ആണോ? അത് ടീച്ചറെ കാണാൻ മോളെ കാണില്ല എന്നാണോ? മോളുടെ ക്യാമറ ആണോ? ആ കുഴപ്പമില്ല കേട്ടോ, സാരില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലും മോള് കമന്റ് ചെയ്താൽ മതിയേ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്കിനി വേഗം എടുത്തു പോവാം. ഓക്കെ, ഇപ്പുറത്തെ ഒരാളുണ്ടല്ലോ. യെസ്, ആരാണ് ഹാൻഡ് റൈസ് ചെയ്തത്? യെസ്, ആ ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ നോക്കാം നമുക്ക്. യെസ്, പറഞ്ഞോ മോനെ. വോയിസ് അത് ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മോനെ. ഒന്ന് നോക്കിക്കോട്ടെ. ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ക്ലാസ് നോക്കിയാൽ മതിയേ. ഓക്കെ, ചിലപ്പോ നെറ്റ്വർക്കിന്റെ ആയിരിക്കും. ഓക്കെ, വേറെ ആള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് അവിടെ. യെസ്, പറഞ്ഞോളെ. ആണോ? അത് ഇതിന്റെ തന്നെ ആയിരിക്കും, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ടീച്ചർ ഇനി ഒന്ന് പെട്ടെന്ന് എടുത്ത് പോവാണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത നോക്കിയേ. പുവർ എന്താണ്? പുവറിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് ഏതാണ്? നീഡിയും അതുപോലെ ഇംപവറിഷ്ഡ്. നീഡി അതുപോലെ ഇംപവറിഷ്ഡ്. പുവർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇതൊക്കെ പറയാം. ഓക്കെ, യെസ്. ഓക്കെ, കുറച്ച് പേര് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. ഫൈൻ. ഓക്കെ, യെസ്. ഓക്കെ, സ്ട്രോങ് എന്ന് നമുക്ക് എന്ത് പറയാം? പവർഫുൾ എന്നും പറയാം, സ്റ്റഡി എന്നും പറയാം. ഇനി വീക്കിന് എന്ത് പറയാം? വീക്ക് എന്ന് വെച്ചാൽ എന്താ? തീരെ ശക്തി ഇല്ലാത്തതാണ് അല്ലെ വീക്ക്. അതിനെന്താണ്? ഫ്രജൈലും ഡെലിക്കേറ്റും എന്നും നമുക്ക് പറയാം സിനോണിംസ്. ഇനി ക്ലീനിന് എന്ത് പറയാം? ടൈഡി, നീറ്റ് പറയാം. ഓക്കെ, നിങ്ങൾ ടീച്ചർ പറയുന്നതിൽ ഏതെങ്കിലും വേർഡ്സ് ഏത് ടോപ്പിക്കിലായാലും ടീച്ചർ എല്ലാ ടോപ്പിക്കും പറയും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ടീച്ചർ ലാസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടുള്ളത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ,
യെസ്, ആംഗ്രിക്ക് അന്നോയിങ് വേറൊരു യൂസേജ് ആണ്. ആംഗ്രി എന്ന് പറയാൻ നമ്മൾ ദേഷ്യപ്പെടുന്നു എന്നല്ലേ, അന്നോയിങ് എന്ന് വെച്ചാൽ ഒരുമാതിരി ശല്യപ്പെടുത്തുന്നു എന്നുള്ളൊരു മീനിങ് ആ വരുന്നത് തൻവീർ. ഓക്കെ, യെസ്, അന്നോയിങ്, ഷീ ഈസ് വെരി അന്നോയിങ്, അവൾ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു, അവൾ അന്നോയിങ് ആയതുകൊണ്ട് ഞാൻ ആംഗ്രി ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, യെസ്. ഇനി ഫണ്ണി എന്താണ്? യെസ്, ഹ്യൂമറസ് അല്ലെങ്കിൽ ഹിലേറിയസ് എന്ന് നമുക്ക് പറയാം. കാം എന്താണ്? യെസ്, സമാധാനമുള്ള അവസ്ഥ. എന്താണ്? പീസ്ഫുൾ, ക്വയറ്റ്, കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ പറയില്ലേ? യെസ്, യെസ്. ഓക്കെ, ഇനി യെസ് മിസ്. ഓക്കെ, ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ടെന്ന് നിവേദ്യ പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു മോളെ. ചിലപ്പോൾ മോളെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് ടീച്ചർ വിചാരിക്കണം കേട്ടോ. ഓക്കെ, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്തത് ബ്രൈറ്റ് എന്താണ്? ഷൈനി, റേഡിയന്റ്. ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല ലൈറ്റ് ഉള്ള അവസ്ഥയാണ് നമ്മൾ ബ്രൈറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഷൈനി എന്ന് പറയാം, റേഡിയന്റ് എന്നും പറയാം. ഓക്കെ, യെസ്. ഓക്കെ, സ്ക്രീൻ ബ്ലർ ആവുന്നുണ്ട് ഇടയ്ക്ക് ഋഷികേഷ്. കുഴപ്പമില്ല, അത് ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കും, നെറ്റ്വർക്കിന്റെ ആയിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, ഇനി എക്സാമ്പിൾ സെന്റൻസുകൾ വേഗം നോക്കി. എന്താണ്? ഹി ഗേവ് എ ക്വിക്ക് റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് പോയി. ക്വിക്ക് എന്താണ്? ഏതിന്റെ സിനോണിമാ ക്വിക്ക് വരിക? യെസ്, ഇഷാന്റെ ഫാദറിന്റെ പേര് ഷൈൻ എന്നാന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പേരാണ് അല്ലേ? യെസ്, അതെ, ഫാസ്റ്റ് എന്നാണ്. രണ്ടാമത്തത് ഇന്റലിജന്റിന്റെ ഏതാണ് സിനോണിം വരിക? യെസ്, ഇന്റലിജന്റിന്റെ സിനോണിം യെസ്, സ്മാർട്ട് ആണ്. ഇനി ഹ്യൂമറസ് എന്താണ്? യെസ്, ഫണ്ണി ആണ്. ബിഗിൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് എന്നും പറയാം, കമന്റ്സ് എന്നും പറയാം. യെസ്, അട്രാക്റ്റീവിന് പകരം നമുക്ക് എന്ത് പറയാം? ബ്യൂട്ടിഫുൾ, ഗോർജിയസ് എന്നൊക്കെ പറയാം അല്ലേ? യെസ്. ഓക്കെ, ഫൈൻ. ഇനി ആന്റണിംസ് എന്താണ്? യെസ്, ആന്റണിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. വേർഡ്സ് ദാറ്റ് ഹാവ് ഓപ്പോസിറ്റ് മീനിങ്സ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? യെസ്, ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തത്. ഓക്കെ ജുവൽ, ഓക്കെ കേട്ടോ, ടേക്ക് കെയർ, റെസ്റ്റ് എടുക്കൂ. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത് നോക്കി? ആന്റണിംസ് എന്താണ്? യെസ്, ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഇത്രയും നേരം നമ്മൾ സെയിം മീനിങ് ഉള്ള പല പല വേർഡ്സ് ആ പഠിച്ചത് അല്ലേ? ഇനി നമ്മൾ എന്താ നോക്കുന്നത്? ആന്റണിംസ്. യെസ്, ഒരു വേർഡ് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേറൊരു വേർഡ്. ഓക്കെ, എന്താണ്? ബിഗ്, സ്മോള്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ടീച്ചർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ടീച്ചർ വേഗം പറഞ്ഞു പോവാണ്. ബിഗ്, സ്മോള്, ഫാസ്റ്റ്, സ്ലോ, ലൈറ്റ്, ഡാർക്ക്, സ്ട്രോങ് ആണ്, വീക്ക് ആണ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഈസി ആണ്, ഡിഫിക്കൽട്ട് ആണ്. എക്സാമിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ക്ലീൻ ആണ്, ഡേർട്ടി ആണ്. യെസ്, ക്ലീൻ ആണ്. യെസ്, ഡേർട്ടി ആണ്. എനിക്ക് വയ്യ, അവിടെ തീ കൊണ്ട് ഭയങ്കര പ്രശ്നമാണല്ലോ അവിടെ. അതെ, ഫുള്ള് എംറ്റി ആണ്. യെസ്, ഫുൾ ആവാന്ന് വെച്ചാൽ എന്താ? ഒരു ബോക്സ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഫുൾ എന്ന് പറയും. അതിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എംറ്റി എന്ന് പറയും. ഫ്രണ്ട്ലി, അൺഫ്രണ്ട്ലി എന്താണ്? യെസ്, എന്താണ്? ഒരാൾ ഫ്രണ്ട്ലി ആണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർ ആണെന്ന് പറയും. മറ്റേതാണെങ്കിൽ കുറച്ച് അൺഫ്രണ്ട്ലി ആയ ടീച്ചറാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്ന് പറയും. യെസ്. ഓക്കെ, ഫാത്തിമ. ഓക്കേടാ. ഹൈയും ലോവും. ഹൈ എന്ന് വെച്ചാൽ എന്താണ്? മേലെ നിൽക്കുന്നത്. ലോ എന്ന് പറഞ്ഞാൽ താഴെ നിൽക്കുന്നത്. അക്സെപ്റ്റ്, റിജക്ട്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇൻവിറ്റേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു, പ്രപ്പോസൽസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ? യെസ്, ആ പ്രപ്പോസൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ആ പ്രപ്പോസൽ അവൾ റിജക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. യെസ്, അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ അല്ലേ? ഇനി അറൈവും ഡിപ്പാർട്ടും എന്താ? അറൈവ് എന്ന് വെച്ചാൽ എത്തിച്ചേരുന്നു, ഡിപ്പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? പോകുന്നു. ബൈയും സെല്ലും എന്താ? വാങ്ങുന്നു, കൊടുക്കുന്നു. ഇൻക്രീസും ഡീക്രീസും എന്താ? കൂടുന്നു, കുറയുന്നു. യെസ്, ഗിവ് ആൻഡ് ടേക്ക് എന്താ? കൊടുക്കുന്നു, എടുക്കുന്നു. യെസ്, റെസ്പെക്ട് ഈസ് ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ? റെസ്പെക്ട് കൊടുക്കുന്നു, റെസ്പെക്ട് മേടിക്കുന്നു. റിമെമ്പർ, ഫോർഗെറ്റ് എന്താ? ഓർക്കുന്നു, മറക്കുന്നു. ട്രൂത്തും ലൈയും എന്താണ്? സത്യം, കള്ളം. ലോഫും ക്രൈ എന്താണ്? ചിരിക്കുക, കരയുക. സ്റ്റാർട്ടും ഫിനിഷും. ഓക്കെ അല്ലേ? തുടങ്ങുക, അവസാനിപ്പിക്കുക. വിൻ ആൻഡ് ലോസ് എന്താ? ജയിക്കുക, തോൽക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, ഓപ്പോസിറ്റ് വേർഡ്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഫൈൻ. ഇതിന്റെ ഏതാണ്? ഇനി രണ്ടിലും എക്സാമ്പിൾസ് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. ടീച്ചറിന് മൊത്തം വായിക്കണ്ടല്ലോ. നമ്മൾ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ദ റാബിറ്റ് ഈസ് ഫാസ്റ്റ് ബട്ട് ദ ടർട്ടിൽ ഈസ് സ്ലോ. ഒരേ സെന്റൻസിൽ തന്നെ ഓപ്പോസിറ്റ് മീനിങ്സ് വന്നിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു സെന്റൻസിൽ തന്നെ എന്താണ്? രണ്ട് വേർഡ്സും വരുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ് വേർഡ്സ് ഒരു സെന്റൻസിൽ തന്നെ വരികയാണ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഫുള്ള്, എംറ്റി, ഈസി, ഡിഫിക്കൽട്ട്, ഹൈ, ലോ, ഹാപ്പി, സാഡ്, ഇതൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചത് കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? യെസ്, അത് നമ്മൾ സെന്റൻസിൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഹരിത മുന്നത്തെ സ്ലൈഡാണോ ചോദിച്ചത്? ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാത്തൊരു വേഗം എടുത്തോട്ടോ. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, കുറച്ച് പേര് ഇതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. മീ ആൻഡ് മൈ ബ്രദർ വാച്ചിങ് ടുഗദർ. ഓക്കെ അൽഫോൺസ. ഓക്കെ, ഫൈൻ. ഓക്കെ മക്കളെ, ഇനി ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് ഒന്ന് മേടിച്ചിട്ട് അതിൽ നോക്കിയിട്ട് ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, ടീച്ചർ ഒന്ന് വേഗം മാറ്റുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ലാസ്റ്റ് ടീച്ചർ കാണിച്ചു തരാം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടായാലും ഡൗട്ട് ഉള്ളവർ നിന്നാൽ മതി. ഓക്കെ, യെസ്. ഇനി ഇഡിയംസ് ആണ്. ഇഡിയംസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച സംഭവം അല്ലെ? എന്തായിരുന്നു ഇഡിയംസ്? യെസ്, മലയാളത്തിലെ പഴഞ്ചൊല്ല് പോലെ അതുപോലെ ഏകദേശം അതുപോലത്തെ സംഭവമാണ് ഇംഗ്ലീഷിൽ ഇഡിയംസ് നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ്? ഇഡിയം ഈസ് എ ഫ്രേസ്
ഹൂസ് മീനിങ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഓഫ് വേർഡ്സ്. എന്തായിരുന്നു ഇഡിയംസ്? നമ്മൾ ആ പറയുന്ന അതേ അർത്ഥമല്ല. നമ്മൾ പറഞ്ഞു അല്ലെ, മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞു. എന്താണ്? മടിയൻ മല എടുത്ത് ചുമന്നുകൊണ്ട് പോകുന്നതാണോ? അല്ല. നമ്മൾ ഒരു കാര്യം എന്താണ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാല് പിന്നീട് നമുക്കത് ഇരട്ടി പണിയാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കണേ, അല്ലെ? നമ്മൾ പിന്നീട് കുറെ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷിലുള്ള വേർഡ്സ് ആണ് ഏത്? ഇഡിയംസ് എന്ന് പറയുന്നത്. ഫ്രേസസ് ആണ് എന്ത്? ഇഡിയംസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ദ ഐസ് എന്താണ് അർത്ഥം? സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ബ്രേക്ക് ദ ഐസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ദ ഐസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ എന്താ? യെസ്, നമ്മൾ പറഞ്ഞു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വിൽ ബി എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു. ആഫ്റ്റർ എന്താണ്? ആഫ്റ്റർ ദിസ് ക്ലാസ്. അപ്പൊ എന്താണ്? വെരി ഈസി. യെസ്, ഓക്കെ. അതെ, റിഷ്വിൻ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് ബ്രേക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ടീച്ചർക്ക് ഇപ്പൊ തരാൻ പറ്റില്ല. അത്രയ്ക്ക് ഹെക്റ്റിക്കാ നമ്മുടെ ടോപ്പിക്. നമ്മളൊക്കെ വെറുതെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, യെസ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കാനുള്ളത്, അതുകൊണ്ട് ടീച്ചർ വേഗം പറഞ്ഞു പോവാ. ഓക്കെ, യെസ്. അടുത്തത് ഹിറ്റ് ദ ബുക്സ്. എന്താണ്? നമ്മൾ പറഞ്ഞല്ലേ എക്സാം ആകുമ്പോൾ നമ്മൾ ഏത് എടുക്കുന്നതാണ്? ഇത് സ്റ്റാർട്ട് സ്റ്റഡിങ്, ബുക്കൊക്കെ എടുത്ത് തുടങ്ങുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിറ്റ് ദ ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഷാൻ ബ്രേക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇഷാൻ ഇടയ്ക്കൊന്ന് പോയി വെള്ളമൊക്കെ വേണമെങ്കിൽ കുടിച്ചോ. ഓക്കെ, ടോട്ടൽ ബ്രേക്ക് എടുക്കല്ലേ. സ്പിൽ ദ ബീൻസ് എന്താണ്? റിവീൽ എ സീക്രട്ട്. ഒരു സീക്രട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നു. ആർക്കും അറിയാത്തൊരു സ്വകാര്യം നമ്മൾ പെട്ടെന്ന് പോയിട്ട് പൊട്ടിക്കുകയാണ്. ഇത് ഒരു ബർത്ത്ഡേ സർപ്രൈസ് പാർട്ടി ഒക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ തന്നെ പോയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി ഓവർ ദ മൂൺ എന്താ? വെരി ഹാപ്പി. ഏതാണ്? ഇനി എല്ലാവരും അല്ലേ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞു, ഐ ആം ഓവർ ദ മൂൺ. ഏത്? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, അല്ലേ? യെസ്, നമുക്ക് അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യാം? ഓവർ ദ മൂൺ യൂസ് ചെയ്യാം. ഇനി കീപ് ആൻ ഐ ഓൺ എന്താണ്? വാച്ച് കെയർഫുള്ളി. നിന്റെ ഒരു കണ്ണ് അവിടെ ഉണ്ടാവണം എന്ന് പറയാണ്. എന്താണ്? വാച്ച് കെയർഫുള്ളി, നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഇനി ബ്രേക്ക് ലെഗ് എന്താണ്? ഗുഡ് ലക്ക്. നമ്മൾ പറഞ്ഞൂല്ലേ ബ്രേക്ക് ലെഗ് എന്ന് വെച്ചാൽ കാല് തല്ലി പിടിക്കാനല്ല. ഏതാണ്? യെസ്, നമ്മൾ പറഞ്ഞു ബ്രേക്ക് ലെഗ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് ലക്ക്. ഏത്? അപ്പൊ നമ്മൾ പറഞ്ഞു ബോക്സിങ്ങിന് പോകുന്ന ഒരു കൂട്ടുകാരനോട് പോയിട്ട് ബ്രേക്ക് ലെഗ് പറയുമ്പോ അവൻ അതിന്റെ അർത്ഥം അറിയണം. ഇല്ലെങ്കിൽ അവൻ പോയി ഏത് ചെയ്യും? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാല് തല്ലി പിടിച്ചിട്ട് വരുന്നു നമ്മൾ പറഞ്ഞു. യെസ്, അപ്പൊ എന്താണ് ബ്രേക്ക് ലെഗ് എന്ന് വെച്ചാൽ? ഗുഡ് ലക്ക്. അപ്പൊ എന്താണ്? ഗുഡ് ലക്ക്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ? വെരി റയർലി, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഇത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വെരി റയർലി. യെസ്, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യം. നമ്മളൊക്കെ പഠിക്കുന്ന പോലെ അല്ലേ? അല്ലേ? എന്റെ മക്കളെ എല്ലാ ദിവസവും പഠിക്കും, സീരാള്. ഇനി അണ്ടർ ദി വെതർ എന്താണ്? ഫീലിംഗ് സിക്ക്. ഇപ്പൊ നമ്മുടെ തന്നെ കുറെ പേര് എന്ത് പറഞ്ഞു? വയ്യാണ്ടിരിക്കാണ്, ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ്? ദേ ആർ ഫീലിംഗ് സിക്ക്. അപ്പൊ എന്താണ്? ദേ ആർ അണ്ടർ ദി വെതർ. അവര് വെതറിന്റെ അണ്ടറിലാണ്. എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് വയ്യ, അവർക്ക് തീരെ സുഖമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ്. നമ്മൾ ഇതിന് ഇതേപോലെ പറഞ്ഞ മലയാളത്തിൽ നമ്മൾ പറഞ്ഞു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞു. എന്താണ്? അതായത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്ക് ആദ്യം അത് ഭയങ്കര ബാഡ് ആയിട്ട് തോന്നും, പക്ഷെ അവസാനം അതൊരു നല്ലതിലേക്ക് എത്തിച്ചേരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ക്യൂസ് എന്ന് പറയുന്നത്, ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ എന്താണ്? വെരി എക്സ്പെൻസീവ്. എന്താണ്? ഭയങ്കര. ദാറ്റ് ലാപ്ടോപ്പ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്റെ കാലും കൈയും കൊടുത്ത് വാങ്ങിച്ചതാണെന്നാണോ? അല്ല. എന്താണ്? യെസ്, അതിന് അത്രയും കോസ്റ്റ്ലി ആണ്. യെസ്, അതെ, ഐഫോൺ ഒക്കെ കിഡ്നി കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. അതുപോലെ ഏത്? കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഐ ആം ഓൾ ഇയേഴ്സ്, ഈഗർ ടു ലിസൺ, ഈഗർ ടു ഹിയർ. എന്താണ്? ഞാൻ പഠിക്കാനും കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഓൾ ഇയേഴ്സ്, ഐ ആം ഓൾ ഇയേഴ്സ്, ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ്, ഐ ആം റെഡി എന്ന് പറയാണ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്താണ്? യെസ്, റെയിനിങ് ഹെവിലി. റെയിനിങ് ഹെവിലി, ഭയങ്കരമായിട്ടുള്ള മഴയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇഷാൻ. എന്താണ് ഡൗട്ട് ആണോ ഇഷാനെ? അത് പിന്നെ ടീച്ചറേ, ഈ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാൻ മനസ്സിലായില്ല. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴഞ്ചൊല്ലൊക്കെ പറയില്ലോ ഭയങ്കര മഴ എന്ന് പറയില്ലേ? അതായത് ആകാശത്തുനിന്ന് എന്താ പറയാ എന്തോ എന്താ പറയാ പൂച്ചയും പട്ടിയൊക്കെ വന്ന് വീഴണ പോലെ. അതായത് അത്രയും ശക്തിയിലാണ് ഓരോ മഴത്തുള്ളിയും വന്ന് വീഴണേ. എന്തോ ഭയങ്കര കനമുള്ള സാധനം വന്ന് വീഴണ പോലെയാണ്. അത്രയും ശക്തിയായിട്ട് മഴ പെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സിംബോളിക് ആയിട്ട് പറയുന്നതാ. നമ്മൾ ഈ പഴഞ്ചൊല്ലൊക്കെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് വേർഡ് അല്ലല്ലോ അതിന്റെ മീനിങ്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ, ശക്തിയായ മഴ എന്ന് പറയാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഓക്കെ. ഐ ഹാവ് സേ വൺ തിങ്. യെസ്, അദ്വിക പറഞ്ഞോളൂ. യെസ്, ബ്ലർ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ ആയിരിക്കും ഇഷ്യൂ. ഓക്കെ,
ഫൈൻ. ഇത് സെന്റൻസിലാണ്. ഓക്കെ, സെന്റൻസസ് നമ്മൾ ഓൾറെഡി ഇത് യൂസ് ചെയ്തതുകൊണ്ട് ടീച്ചർ 2 സെന്റൻസ് മാത്രം പറയാം, ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ. ഓ, തൻവീർ എന്താണ് ഡോഗ്സിന് പകരം എലിഫന്റ്സ് ആൻഡ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോ നമുക്ക് മടിയന് മല ചുമക്കുന്നു പറയുന്നതിന് പകരം മടിയന് ആനയെ ചുമക്കുന്ന വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഓൾറെഡി അവിടെ ഒരു മല ഉണ്ടായിപ്പോയി. പണ്ട് തൊട്ടേ ആൾക്കാർ പറഞ്ഞു വരുന്നത് മലയാണ്. അതേപോലെ തന്നെ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് പണ്ട് തൊട്ടേ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണോ? അങ്ങനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ പ്രശ്നമൊന്നും ഇല്ല ഇതില്. പിന്നെ ഇത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ വേറെയുള്ളവർ അംഗീകരിക്കില്ല, അത്രേ ഉള്ളൂ. അവർക്ക് റിജക്ട് ചെയ്യാനുള്ള ഇത് ഓപ്ഷൻ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് വേണോ പറയാം. പിന്നെ വല്ല എക്സാമിനൊക്കെ ആണെങ്കിൽ ചോദിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടില്ല, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, യെസ്. ഐ ഹിറ്റ് ദ ബുക്സ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നുണ്ട് ആൻഡ്രിയ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യത്തെ നോക്കിയേ, ദ മാത്ത് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ ഹെർ എന്ന് വെച്ചാൽ നമുക്ക് ആ മാത്ത് ടെസ്റ്റ് ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറയാണ്. യെസ്. ഓക്കെ. ഓ, അദ്വിക ആ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പീസ് ഓഫ് കേക്ക് ഫോർ ഹെർ എന്ന് വെച്ചാൽ എന്താണ്? അതെ, അവർക്ക് ആ ക്ലാസ് ഒരു പീസ് ഓഫ് കേക്ക് ആയിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു അവർക്ക് മാത്ത് ടെസ്റ്റ് എന്ന് പറയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താണ് ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അർത്ഥങ്ങൾ തന്നെയാണ്, വേറെ മാറ്റൊന്നും ഇല്ല. സെന്റൻസുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി പ്രിഫിക്സും സഫിക്സും ഓർമ്മയുണ്ടോ? എന്താണ് പ്രിഫിക്സും സഫിക്സും എന്ന്? യെസ്, പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Prefix is a group of letters at the beginning of a word to change its meaning. നമ്മൾ എന്ത് പറഞ്ഞു? റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് റീ എന്ന് പറയുന്ന 2 ലെറ്റേഴ്സ് ചേർത്ത് അതെന്തായി? റീറൈറ്റ് ആയി. റൈറ്റ് എന്ന് പറയുന്ന എന്താണ്? റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ മാറിയില്ലേ? റൈറ്റ് എന്ന് വെച്ചാൽ എന്താ? എഴുതുക എന്നാണ്. റീറൈറ്റ് എന്ന് വെച്ചാൽ എന്താ? പിന്നെയും എഴുതുക, എഗൈൻ എന്നുള്ള അർത്ഥമാണ് അല്ലെ? വീണ്ടും എഴുതുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ എന്തായി? ഈ ആറും ഈയും വന്നപ്പോ എന്തായി? റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഈ ആറും ഈ ഇട്ടപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയി അല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് ആയി. ഓക്കെ, യെസ്. ദേവനാരായണ പറയണ്ട അവിടെ കാറ്റ്സും ഡോഗ്സും ആണെന്ന്, ഭയങ്കര മഴയാണെന്നാണ്. യെസ്, കറക്റ്റ്. ഇങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും റൈറ്റിന്റെ ഫ്രണ്ടിൽ ആറും ഈ ഇട്ടപ്പോ റീറൈറ്റ് ആയി. റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ കംപ്ലീറ്റ്ലി മാറി അല്ലെ? യെസ്. അപ്പൊ നോക്കിയേ പ്രിഫിക്സുകൾ, കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ. യെസ്, പ്രിഫിക്സ് നോക്കിയ അൺ എന്ന് പറയുന്ന പ്രിഫിക്സ് ഹാപ്പി എന്ന് പറയുന്ന വേർഡിന്റെ ഫ്രണ്ടിൽ അൺ ചേർത്തപ്പോ എന്തായി? യെസ്, എന്തായി? അൺഹാപ്പി ആയി. ഹാപ്പി എന്ന് പറയുന്ന വേർഡിന് പകരം അല്ല, ഹാപ്പിക്ക് മുന്നിൽ അൺ ചേർത്തപ്പോ എന്തായി? യു എൻ ചേർത്തപ്പോ എന്തായി? അൺഹാപ്പി. സങ്കടമായി. സന്തോഷം സങ്കടമായിട്ട് മാറി അല്ലെ? ഏത്? ഇങ്ങനെ ഇരുന്ന ഹാപ്പിയാണ്, അൺ വന്നപ്പോ എന്തായി? ഇങ്ങനെയായി അല്ലെ? യെസ്, അതാണ് സന്തോഷം ഇല്ലാത്ത അവസ്ഥ, പെട്ടെന്നാണ് ചേഞ്ച് ആയത്. ഇനി റീ എന്താണ് നമ്മൾ പറഞ്ഞു? റീറൈറ്റ്, വീണ്ടും എഴുതുക. റൈറ്റിന്റെ ഫ്രണ്ടിൽ ആറി ചേർന്നപ്പോ റീറൈറ്റ് ആയി. ഇനി എഗ്രിയുടെ ഫ്രണ്ടിൽ ഡിസ് ചേർന്നപ്പോ എന്തായി? അതിന്റെ ഓപ്പോസിറ്റ് ആയി. എന്തായി? യെസ്, ഡിസഗ്രി. സമ്മതിച്ചു എന്നുള്ളതിന് പകരം സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള അർത്ഥമായി. ഇനി വ്യൂവിന്റെ ഫ്രണ്ടിൽ പ്രീ ചേർത്തപ്പോ എന്തായി? പ്രിവ്യൂ ആയി. മുൻപ് കാണുന്ന ഒരു ഷോ അല്ലെങ്കിൽ ഒരു മൂവിയുടെ പ്രിവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലീസ് ആവുന്നതിന് മുന്നേ നമ്മൾ കാണുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. യെസ്. ഇനി അണ്ടർസ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഒരു മിസ് ചേർത്തപ്പോ എന്തായി? മിസ് അണ്ടർസ്റ്റാൻഡ് ആയി. അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, എന്താ ഇവിടെ കാറ്റ്സും ഡോഗ്സും ഇല്ല മുഹമ്മദ്, ഇപ്പൊ ഇല്ല തൽക്കാലം. ഈ മിസ് വീട്ടിൽ പോകുന്ന സമയത്ത് വരാണ്ടിരുന്നാൽ മതി എന്നാണ് മിസ്സിനുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായി? അണ്ടർസ്റ്റാൻഡ് ഫ്രണ്ടിൽ മിസ് ചേർത്തപ്പോ എന്തായി? മിസ് അണ്ടർസ്റ്റാൻഡ് ആയി. ഓക്കെ, യെസ്. ഇത് നിങ്ങൾ ഓൾറെഡി എഴുതിയെടുത്തിട്ടുള്ളതായിരിക്കും മോളെ. ഓക്കെ, അതുകൊണ്ട് ഇത് എഴുതണം എന്നില്ല. ഇപ്പൊ ടീച്ചർ ജസ്റ്റ് എഴുതി നിങ്ങൾക്ക് കിട്ടാത്തതാണ് ഇതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി കംപ്ലീറ്റിന്റെ ഫ്രണ്ടിൽ ഇൻ ചേർത്തപ്പോ എന്തായി? ഇൻകംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞു, ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞിട്ടില്ല. മൈ നോട്ട്സ് ആർ ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്റെ നോട്ട് ഒന്നും എഴുതി തീർന്നിട്ടില്ല എന്ന് പറയാണ്. ഓക്കെ, ഇനി ഇംപോസിബിളിന്റെ ഫ്രണ്ടിൽ ഇൻ ചേർത്തപ്പോ എന്തായി? ഇംപോസിബിൾ ആയി. പോസിബിൾ എന്ന് വെച്ചാൽ നടക്കുന്നതാണ്, ഇംപോസിബിൾ എന്ന് വെച്ചാൽ എന്താ? നടക്കില്ല. ഇനി സ്റ്റോപ്പിന്റെ ഫ്രണ്ടിൽ നോൺ ചേർത്തപ്പോ എന്തായി? നോൺ സ്റ്റോപ്പ് ആയി. നോൺ സ്റ്റോപ്പ് ബസ്സൊക്കെ അറിയില്ലേ? സ്റ്റോപ്പ് എന്ന് വെച്ചാൽ എന്താ? നിർത്തും. നോൺ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ എന്താ? നിർത്താത്തത്, അവസാനിക്കാത്തത് എന്നുള്ളതായി. ഇനി ഈറ്റ് എന്താണ്? എന്താണ്? യെസ്, ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക. ഓവർ ഈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് കഴിക്കുക, അമിതമായിട്ട് കഴിക്കുന്നതിനാണ് നമ്മൾ ഓവർ ഈറ്റ് എന്ന് പറയാം. ഓക്കെ, യെസ്. ഓക്കെ, ഇഷാൻ പുതിയ ലാപ്ടോപ്പ് എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, വെൽ ഡൺ. യെസ്. ഇനി ഓവർ നൈറ്റ് എന്ന് പറയാം. യെസ്, ഏഞ്ചലിന്റെ കറക്റ്റ് ആണ്. ഇനി പെയ്ഡ്. പെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പൈസ കൊടുക്കുന്നതിനാണ്, ജോലി ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ പെയ്ഡ് എന്ന് പറയുന്നത്. അണ്ടർ പെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? കൊടുക്കുന്ന പൈസ കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? കൊടുക്കുന്ന പൈസ കുറവാണ്, കൊടുക്കുന്നത് കറക്റ്റ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി സൂപ്പർ ഹീറോ എന്താണ്? ഹീറോയുടെ മുന്നിൽ സൂപ്പർ ചേർത്തു. സൂപ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പടി മേലെയാണ്. സൂപ്പർ ഹീറോസ് എന്താണ്? സാധാരണ ഹീറോസിനെ പോലെ അല്ല അല്ലെ? ഒരു പടി മേലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർ ഹീറോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. നോൺ സ്റ്റോപ്പ് ഹോംവർക്കിന് സ്കൂൾ എന്ന് പറയുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻ ഗോ നോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. യെസ്,
ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ ഫൈൻ. അടുത്ത നോക്കിയേ, എക്സാമ്പിൾ സെന്റൻസസ് ആണ്. എക്സാമ്പിൾസ് ടീച്ചർ ഇനി വായിക്കണില്ല കേട്ടോ, ടീച്ചർ മുന്നത്തെ സ്ലൈഡ്സ് അതേപോലെ ഇട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ടോപ്പിക്കുകൾ മാത്രം നോക്കി പോവാ കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ഫൈൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മക്കൾ അവസാനത്തേക്ക് വെച്ചോട്ടോ, ടീച്ചർ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ഫൈൻ. ഇനി നോക്കിയേ, സഫിക്സുകൾ എന്താ? ഇത്രയും നേരം ഒരു വേർഡിന്റെ മുന്നിലാണ് നമ്മൾ ലെറ്റേഴ്സ് ചേർത്തത് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ആ വേർഡിന്റെ ബാക്കിൽ. ഇത്രയും നേരം തലയായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് വാലായി. ഓക്കെ, അപ്പൊ എന്താണ്? യെസ്, ഇനി അങ്ങോട്ട് വാല് ചേർക്കാണ്. അപ്പൊ എന്താണ്? ടീച്ച് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ER ചേർത്തപ്പോ എന്തായി? ടീച്ചറായി. ഓക്കെ, ഇനി ഹെൽപ്പ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ FUL ചേർത്തപ്പോ എന്തായി? ഹെൽപ്ഫുൾ ആയി. ഓക്കെ, അടുത്തത് എന്താണ്? യെസ്, കെയർ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ലെസ് ചേർത്തപ്പോ എന്തായി? കെയർലെസ് ആയി, ശ്രദ്ധയില്ല എന്നുള്ള അർത്ഥമായി. ഹാപ്പിയുടെ കൂടെ നെസ് ചേർത്തപ്പോ എന്തായി? ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷം, ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എന്താ? യെസ്, നമ്മൾ സന്തോഷത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ഹാപ്പിനെസ്. ഓക്കെ, അടുത്തത് എന്താ? യെസ്, ക്യുക്കിന്റെ കൂടെ LY ചേർത്തപ്പോ ക്യുക്ലി ആയി. ഒരു കാര്യം ചെയ്യുന്ന രീതി, ക്യുക്ലി, പെട്ടെന്ന് ചെയ്തു എന്നൊക്കെ പറയാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? യെസ്, ക്യുക്ലി, വേഗത്തിൽ ചെയ്തു. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് LY കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഏതാ? പ്ലേ. പ്ലേയുടെ കൂടെ ED ചേർത്തപ്പോ എന്തായി? പ്ലേഡ് ആയി. യെസ്, അവിടെ ഒരു ഹാൻഡ് റൈസ് വന്നിട്ടുണ്ട്. ഇഷാനാണല്ലോ. ഇഷാന് ഭീകര ഡൗട്ട്സ് ആണല്ലോ. പറ ഇഷാനെ. എന്തോ? അത് പിന്നെയും കാണുക അതിന്റെ ഇംഗ്ലീഷ് ഏതാ മോനെ? പിന്നെയും കാണുക. പിന്നെ റീവാച്ച് എന്ന് പറയാം നമുക്ക്. റീവാച്ച്. യെസ്, റീവാച്ച്. നമ്മൾ ഐ റീവാച്ച് ദ മൂവി യെസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞ എന്താ? ഞാൻ ആ മൂവി ഇന്നലെ പിന്നെയും കണ്ടു എന്ന് പറയാണ്. റീവാച്ച് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത നോക്കിയേ, റീഡ്. റീഡിന്റെ കൂടെ ഏബിൾ എന്ന് പറഞ്ഞ വേർഡിന് ചേർത്തപ്പോ റീഡബിൾ, വായിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അർത്ഥമായി. റീഡ് എന്ന് വെച്ചാൽ വായിക്കുക, റീഡബിൾ എന്ന് വെച്ചാൽ വായിക്കാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, യെസ്. അടുത്തത് ഡെവലപ്പ് എന്ന് പറയുന്ന വേർഡ്. ഡെവലപ്പ് എന്ന് വെച്ചാൽ ഒരു കാര്യം വളർന്നുകൊണ്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിസൾട്ട്. ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാണ്. ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാണ്. ഇനി എഡ്യൂക്കേഷൻ. ഏതാണ്? എഡ്യൂക്കേറ്റ് എന്ന് പറയുന്നതിന്റെ ഒപ്പം TION ചേർത്തപ്പോ എന്താ? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രോസസ് ആയി അല്ലെ? ഇനി ആർട്ട് എന്ന് പറയുന്ന വേർഡിന്റെ ഒപ്പം IST ചേർത്തപ്പോ എന്തായി? ആർട്ടിസ്റ്റ് ആയി. ആർട്ട് ചെയ്യുന്ന ആളായി അല്ലെ? ആർട്ട് ചെയ്യുന്ന ആളാണ് ആർട്ടിസ്റ്റ്. ഇനി ഫ്രണ്ട്ഷിപ്പ്. ഏതാണ്? യെസ്, ഫ്രണ്ടിന്റെ കൂടെ ഷിപ്പ് ചേർത്തു. അപ്പൊ നമ്മളൊന്ന് കുറെ ഷിപ്പുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? യെസ്, റിലേഷൻഷിപ്പ് പറഞ്ഞു, സിറ്റുവേഷൻഷിപ്പ് പറഞ്ഞു, അങ്ങനെ കുറെ ഷിപ്പുകൾ പറഞ്ഞു. യെസ്, അപ്പൊ എന്താണ്? ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ടിന്റെ കൂടെ ഷിപ്പ് ചേർത്തപ്പോ എന്തായി? യെസ്, ഫ്രണ്ട്ഷിപ്പായി. എന്താണ്? അപ്പൊ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരാളുമായിട്ട് നമ്മുടെ ബന്ധത്തെയാണ് ഫ്രണ്ട്ഷിപ്പ് സൂചിപ്പിക്കുന്നത്. ഇനി ചൈൽഡ്ഹുഡ്. ചൈൽഡിന്റെ കൂടെ ഹുഡ് ചേർത്തപ്പോ എന്തായി? ഒരു സ്റ്റേറ്റ് ഓഫ് പീരീഡ് ആയി. എന്തായി? ഒരു സ്റ്റേറ്റ്, ഒരു പീരീഡ് ആയി, ഒരു ടൈം പീരീഡിനാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ഡിഫറെന്റ് ഒന്നും അങ്ങനെ വരുന്ന വേർഡ്സ് അല്ല മോനെ. ഓക്കെ, ഈ എല്ലാ വേർഡ്സും നിങ്ങൾ ഈ പറയുന്ന നമ്മൾ ഇപ്പൊ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ എല്ലാ വേർഡ്സും സഫിക്സ് ചേർത്ത വേർഡ്സ് അല്ല. ചില വേർഡ്സിന്റെ ഒപ്പമാണ് നമുക്ക് ഈ സഫിക്സും എന്താ പറയാ പ്രിഫിക്സും ഒക്കെ ചേർക്കാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, യെസ്, ഇത് ഈസിയാണ്. ഫൈൻ. ഓക്കെ, യെസ്, ഈ ഒരു സ്ലൈഡ് ഒരാൾ ചോദിച്ചിരുന്നു, മോളെ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടാ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. യെസ്, അവിടെ ഒരു ഹാൻഡ് റൈസ് ഉണ്ടല്ലോ. യെസ്, പറഞ്ഞോ മോളെ. ഏഞ്ചലീന. അതെ, നമ്മുടെ ഡിസേബിൾ എന്ന് പറയുമ്പോ അത് ഏതായിരിക്കും? സഫിക്സ് ആയിരിക്കും, പ്രിഫിക്സ് ആയിരിക്കും? ഡിസേബിൾ എന്ന് പറയുമ്പോ ആക്ച്വലി അത് ഏബിൾ എന്നുള്ളതിന്റെ മുന്നിൽ ഡിസ് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് പ്രിഫിക്സാ വരിക. ഓക്കെ, അത് ശരിക്കും വരുന്നത് ഇതിലാ വരിക, പ്രിഫിക്സിലാ വരിക. അതെന്ന് വെച്ചാ എടാ ഈ വേർഡ് എടുത്തു നോക്കിയേ, ഡിസേബിൾ എന്ന് പറയുന്നു. ഇതില് രണ്ടാക്കി തിരിച്ചു നോക്കിയേ. അപ്പോ ഇതിൽ ഏത് വേർഡിനാ മീനിങ് ഉള്ളത്? പക്കാ മീനിങ് ഉള്ളത് ഏത് വേർഡിനാ? ഡിസിനാണോ ഏബിളിനാണോ? ഡിസ് എന്ന് പറയുന്നത് എന്താ? ഡിസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി പ്രിഫിക്സ് വേർഡ് മാത്രമാണ്. എന്ന് വെച്ചാൽ അത് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് ആക്ച്വലി പ്രത്യേകിച്ച് അങ്ങനെ ഒരു അർത്ഥമില്ല. വേറൊരു വേർഡിന്റെ കൂടെ ചേർക്കുമ്പോഴാണ് അതിനൊരു ടോട്ടൽ മീനിങ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ ഏബിൾ എന്ന് പറയുന്ന വേർഡ് മാത്രം അവിടെ നിൽക്കുമ്പോൾ അതിനൊരു അർത്ഥമല്ലേ? ഏബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ കൊണ്ട് പ്രാപ്തമായത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥം അല്ലേ? ഓക്കെ, അപ്പൊ ഡിസേബിൾ എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം ഡിസേബിൾ ആണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ ആക്ച്വലി അത് വരുന്നത് ഡിസേബിളിലെ ഡിസ് ആണ് അത് വരുന്നത്, പ്രിഫിക്സ് ആണ് കേട്ടോ വേർഡിൽ വരുന്നത്. ഓക്കെ, ഓക്കേടാ. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് നിങ്ങൾ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ രണ്ടാക്കി തിരിച്ചു നോക്കുക.
എന്നിട്ട് കറക്റ്റ് മീനിങ് വരുന്ന ഏതിനാന്ന് നോക്കുക. ഇനി രണ്ടിനും നിങ്ങൾക്ക് സെയിം മീനിങ് ആണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ വേർഡ്സ് ഏതാ പറയാ അങ്ങനെ ഒരു പ്രിഫിക്സോ സഫിക്സോ വെച്ചിട്ട് ആയിരിക്കില്ല ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അത് മേ ബി ഒരു കോമ്പൗണ്ട് വേർഡ് ആവാം, അല്ലെങ്കിൽ രണ്ട് വേർഡ്സ് ചേർത്ത് വെച്ചൊരു വേർഡ് ഉണ്ടാക്കിയതായിരിക്കാം. പ്രിഫിക്സോ സഫിക്സോ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അതാണ് ടീച്ചർ പറഞ്ഞത്. എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ചില വേർഡ്സിന് മാത്രമാണ് പ്രിഫിക്സും സഫിക്സും ഒക്കെ വരുന്നത്. ഓക്കെ, യെസ്, ഫൈൻ. ഇനി നോക്കിയേ വേർഡ് ഫാമിലീസ് നോക്കിയേ. എന്താണ് വേർഡ് ഫാമിലീസ്? യെസ് യെസ്, വേർഡ് ഫാമിലീസ് നോക്കുക. അതായത് വേർഡ് ഫാമിലീസ് വെച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഫാമിലി നമ്മളെയൊക്കെ പോലെ എന്തുണ്ടാവും, ഒരു ഫാമിലി. യെസ് ഫെലിക്സേ പറഞ്ഞു, എന്താ പറയാ, നമ്മളെയൊക്കെ പോലെ ഒരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലിയിൽ കുറെ മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ എന്താ പറയാ, മെയിൻ ആയിട്ട് ഒരാളുണ്ടാവും. യെസ് ഫെലിക്സ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു മോനെ. ഡിസേബിൾ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഏബിൾ ടു, അപ്പൊ അതിനകത്ത് എങ്ങനെയാ ഏബിൾ ടു എന്ന് പറയുന്നത് ഐ ആം ഏബിൾ ടു എന്നല്ലേ പറയണത്. പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയും. ആ, അപ്പോ അത് സിഫിക്സിലാണോ പ്രിഫിക്സിലാണോ അല്ലേ? അതായത് ഏബിൾ ടു എന്ന് പറയുന്നത് ഒരു വാക്കല്ലല്ലോ. ഐ ആം ഏബിൾ ടു എന്ന് പറയുന്നത് രണ്ട് വാക്കാ. ഓക്കെ, അപ്പൊ ഈ ഏബിൾ എന്ന് പറയുന്നത് ഒരൊറ്റ വേർഡാ, അതിൽ പ്രിഫിക്സും സഫിക്സും ഒന്നും ഇല്ല. ഓക്കെ, അതായത് ഏബിൾ എന്ന് പറയുന്നത് സിംഗിൾ വേർഡാ. ഓക്കെ, ഇവിടെ സഫിക്സ് ആയിട്ടാണ് ഏബിൾ വരുന്നത്. പക്ഷെ ഏബിൾ സഫിക്സ് അല്ലാണ്ട് ഒറ്റയ്ക്കും നിൽക്കാൻ പറ്റുന്ന വേർഡാണ് ഏബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കഴിയും, പ്രാപ്തമായത്, നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് ഏബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വേർഡ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാണോ നമ്മൾ പറയില്ല, അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന വേർഡാണ് ഏത്, ഏബിൾ എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, അതുകൊണ്ട് ഏബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വേറൊരു വേർഡാണ്. അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ ഏബിൾ പ്രിഫിക്സോ സഫിക്സോ ആവില്ല. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോ എന്താണ്, റീഡബിൾ എന്ന് പറയുമ്പോ റീഡിന്റെ അപ്പുറത്ത് ഏബിൾ ഇടുമ്പോഴാണ് എന്ത് പറയുന്നത്, റീഡ് എന്ന് വെച്ചാൽ വായിക്കുക, റീഡബിൾ വായിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, അവിടെ എന്താ പറയാ, അവിടെ ഏബിൾ വരുമ്പോ ഒരു പുതിയ മീനിങ് കിട്ടുകയാണ് ചെയ്യുന്ന ആ വേർഡിന്. അതെന്തുകൊണ്ടാ, അത് ഈ റീഡിന്റെ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഏബിൾ ഇട്ടു, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ ഫൈൻ, അത് വേറെ അതാ പറഞ്ഞത്. എല്ലായിടത്തും ഈ പ്രിഫിക്സും സഫിക്സും ആയിരിക്കില്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെടാ. ഓക്കെ, നോക്കിയിട്ട് വേർഡ് ഫാമിലീസ് നോക്കിയേ, പെട്ടെന്ന് കഴിയാറായി. ഇതിന് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്താൻ പോവാം. പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ടോപ്പിക്സ് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഫീഡ്ബാക്സ് എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ ഫാമിലി. അപ്പൊ എന്താണ് ഒരു വേർഡ് ഫാമിലി എന്ന് വെച്ചാൽ എന്താ, കെയർ എന്ന് പറയുന്ന ഒരു ഫാമിലി. കെയർ എന്ന് പറയുന്ന ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാ, കെയർ വരും, കെയർഫുൾ വരും, കെയർലെസ് വരും, കെയർഫുള്ളി വരും. അപ്പൊ എന്താണ്, ഒരു ഈ പറയുന്ന വേർഡാണ് എന്ത്, റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗൃഹനാഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ നമ്മുടെ കെയർ എന്ന് പറയുന്ന ഫാമിലിയിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയാണ് ആര്, കെയർ എന്ന് പറയുന്ന വേർഡ്. അതിൽ നിന്നാണ് പിന്നെ ആരുള്ളത്, ഏകദേശം അതേ മുഖച്ചായുള്ള ആരൊക്കെ വരുന്നത്, കെയർഫുള്ളും കെയർലെസ്സും കെയർഫുള്ളി എന്നൊക്കെ പറയുന്ന വേർഡ്സ് വരുന്നത്. കെയർ ആണ് റൂട്ട് വേർഡ് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കെയർഫുള്ളിന്റെയും കെയർലെസിന്റെയും കെയർഫുള്ളിയുടെ ഒക്കെ അർത്ഥത്തിൽ ചെറിയ ചെറിയ മീനിങ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സെയിം സംഭവം അല്ല. ഓക്കെ യെസ്, ഓക്കെ യെസ്, അവിടെ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അവന്തിക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇല്ലടാ, സഫിക്സ് നമ്മൾ പ്രാക്ടീസ്, ഇതാണോ മോള് ചോദിച്ചേ? ഇത് എക്സാമ്പിൾ സെന്റൻസസ് ആടാ. സെന്റൻസ് നമ്മൾ ഓൾറെഡി മറ്റേത് പറഞ്ഞില്ലേ, അത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആ ടീച്ചറിന് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി എടുത്തു തീർന്നതല്ലേ ഇത്, അതുകൊണ്ട് അത് പറയുന്നില്ല കേട്ടോ. ഓക്കെ, അത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് എക്സാമ്പിൾ സെന്റൻസസ് ആ. ഓക്കെ യെസ് ഫൈൻ. ഓക്കെ, അപ്പൊ വേർഡ് ഫാമിലീസ് നോക്കി ഒന്നുകൂടി. ഇനി ടീച്ച് എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിൽ വരുന്നതാണ് ആര്, ടീച്ച് എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിലാണ് വരുന്നത് ടീച്ചും ടീച്ചറും ടീച്ചിങ്ങും ടോട്ടും ഒക്കെ വരുന്നത്. ടീച്ചർ എന്ന് വെച്ചാൽ എന്താണ്, യെസ് പഠിപ്പിക്കുക. യെസ്, ഈ ടീച്ചർ എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ആള്, ടീച്ചിങ് എന്ന് വെച്ചാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ടീച്ചിങ് ദ പ്രോസസ് ആണ്. ടോട്ട് എന്ന് വെച്ചാൽ എന്താണ്, പഠിപ്പിച്ചു, പാസ് ഫോം ആണ്, പഠിപ്പിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നത്. യെസ് ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇത് ഒരു ഫാമിലിയിൽ വരുന്ന കുറച്ച് വേർഡ്സ്. ഇവിടെ നോക്കിയേ, പ്ലേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ, പ്ലെയർ വരും, പ്ലേയിങ് വരും, പ്ലേഫുൾ വരും. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒക്കെ മീനിങ് സെയിം ആണോ, അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഒരേ ഫാമിലിയിൽ വന്നാലും നമുക്കൊക്കെ സാധാരണ എങ്ങനെയാണ്, ടീച്ചർ എന്ന് പറയില്ല കേട്ടോ മോനെ, നമ്മൾ ടോട്ട് എന്നേ പറയുള്ളൂ. ഓക്കെ, പ്ലേഡ് എന്ന് പറയും, പക്ഷെ ടീച്ചർ എന്ന് പറയില്ല. ഓക്കെ യെസ്, അടുത്തെന്താ, നമ്മളൊക്കെ ഒരേ ഫാമിലിയിൽ വന്നാലും നമുക്കൊക്കെ ഓരോ സ്വഭാവമല്ലേ, എല്ലാവരുടെ അച്ഛൻ്റെ അമ്മയുടെ നമ്മുടെ ഒക്കെ സ്വഭാവം ഒരുപോലെയാണോ, അല്ല. അതുപോലെ തന്നെയാണ് ഇതിന്റെ മീനിങ്ങും. എന്താണ്, ഒരേ ഫാമിലിയിലാണെങ്കിലും വ്യത്യാസമുണ്ട്, മീനിങ്ങിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ,
ഇനി ഹാപ്പി എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? യെസ്, ഹാപ്പി, ഹാപ്പിനെസ്, അൺഹാപ്പി, ഹാപ്പിലി. ഓക്കെ, ഫൈൻ, ഗുഡ്. ഒരേ ഫാമിലിയിലാണ് ഇവരൊക്കെ വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇവരൊക്കെ കുടുംബക്കാരാണെന്ന് കാണുമ്പോ തിരിച്ചറിയണം, അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവില്ലേ അത് കാണുമ്പോ? അല്ലേ? യെസ്. ഓക്കെ, ഇനി ഹോമോഫോൺസും ഹോമണിംസും ഇത് ഓർമ്മയുണ്ടോ? ഇത് തെറ്റാറുണ്ടോ? ആശ എന്റെ പേര് ചോദിക്കുന്നു. അയ്യോ, ലാസ്റ്റ് ക്ലാസ് ആയിട്ട് എന്റെ പേര് പഠിച്ചില്ല. മിസ്സിന്റെ പേര് ദയാന്നാണ്. ഓക്കെ, യെസ്, ലാസ്റ്റ് ക്ലാസ് ആയിട്ട് പേര് പഠിച്ചില്ല. അയ്യോ, എക്സ് ഹാപ്പി എന്നൊക്കെയോ? ഏടാ, ഇതൊക്കെ ഏതാ വേർഡ്? ഹാപ്പിയുടെ ഒന്നും വേർഡ് ഇല്ലല്ലോ. എക്സ് ഹാപ്പിയോ? എന്താണ് മുന്നത്തെ ഹാപ്പി ആണോ എക്സ് ഹാപ്പി? യെസ്. ഓക്കെ ഓക്കെ, സീരീസ് വെരി ടാലന്റ്. ഐ ആം സ്കെയർഡ് ഓഫ് മൈ ഫോൺ. ഓക്കെ ആമിയ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണൊക്കെ ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ട് പോകണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഹോമോഫോൺസ് എന്താണ്? ഹോമോഫോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്, അതായത് ദേ സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെന്റ് സ്പെല്ലിങ്സ് ആൻഡ് മീനിങ്സ്. എക്സാമ്പിൾസിലേക്ക് പോകും, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നോക്കി, ഈ രണ്ട് വേർഡ്സ് എങ്ങനെയാ? രണ്ടും റൈറ്റ് എന്നാണ് വായിക്കുക അല്ലെ? രണ്ടും എന്താ വായിക്കുക? റൈറ്റ് എന്നാ വായിക്കുക. അപ്പൊ എന്താണ് ആദ്യത്തെ റൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ശരി, കറക്റ്റ് ആണ് എന്നുള്ള അർത്ഥമാണ് അല്ലെ? രണ്ടാമത്തെ റൈറ്റ് എന്താ? എഴുതുക എന്നുള്ള അർത്ഥമാണ് അല്ലെ? യെസ്. ഓക്കെ ഋഷികേഷ്, താങ്ക് യു. നിന്റെ കമന്റ് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓക്കെ, ഇനി അപ്പൊ എന്താണ് റൈറ്റ്? ഏതാണ്? യെസ്, റൈറ്റ്. ആദ്യത്തെ റൈറ്റ് എന്താണ്? യെസ്, ശരിയാണെന്നുള്ള റൈറ്റ്. രണ്ടാമത്തെ റൈറ്റ് എന്താണ്? എഴുതുക എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താണ്? രണ്ടും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരേപോലെയാണ്, റൈറ്റ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആണ്, മീനിങ്ങും ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോഫോൺസ് എന്ന് പറയുന്നത്. എന്താണ്? ഹോമോഫോൺസ് എന്ന് പറയുന്നത്. യെസ്, ഈശാൻ പിന്നെയും കൈപോക്കിയിട്ടുണ്ടല്ലോ. ഈശാൻ, യെസ് ഈശാനെ പറയൂ. അത് പിന്നെ ടീച്ചറെ, ഈ പ്ലേ എന്ന് പറയുമ്പോ കളിക്കുകയും ചെയ്യും, പിന്നെ ആനിമെ ഒക്കെ പ്ലേ ചെയ്യുന്നൊക്കെ പറയില്ലേ, സ്റ്റാർട്ട് ആക്കാൻ പറയില്ലേ? പ്ലേ ചെയ്യാന്ന് അത് രണ്ടും പ്ലേ അല്ലേ? അത് രണ്ടും പ്ലേ ആ. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു മറ്റേ നമ്മൾ കളിക്കുന്നു എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ചില കോണ്ടെക്സ്റ്റുകളിൽ ചില വേർഡ്സിന്റെ മീനിങ് ഡിഫറെന്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും, ഏത് സാഹചര്യത്തിലാണോ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആ വേർഡിന്റെ മീനിങ്. ഓക്കെ, യെസ്. എന്താ? അപ്പൊ ഇത് ഹോമോഫോൺസ് വരുവോ? അത് ഹോമോഫോൺസിലല്ലോ. ഹോമോഫോൺസിൽ വരുന്നത് ഏതാ? പ്ലേ. അത് ഹോമോഫോൺസിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, കാര്യം രണ്ടും പ്ലേ തന്നെയാണ്, പക്ഷെ മീനിങ് ഡിഫറെന്റ്. പക്ഷെ ഹോമോഫോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് ഹോമോണിമ്മിലായിരിക്കും വരിക. ഓക്കെ, ഹോമോഫോൺസ് പറയുമ്പോൾ സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും, മീനിങ്ങും ഡിഫറെന്റ് ആയിരിക്കും, പറയുന്നത് മാത്രമായിരിക്കും ഒരുപോലെ. ഓക്കെ, ഹോമണിമ്മിൽ വരുമ്പോഴാണ് സ്പെല്ലിങ്ങും സെയിം ആയിരിക്കുക, പറയുന്നതും സെയിം ആയിരിക്കാം, മീനിങ് മാത്രം ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഹോമണിമ്മിലാണ് പ്ലേ വരുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത നോക്കിയേ. യെസ്, ഓക്കെ, അടുത്ത നോക്കിയേ സണ്ണാണ്. സൺ ഏതാണ്? ഒന്ന് മകൻ എന്ന് പറയുന്ന സണ്ണും ഒന്ന് ആകാശത്തെ സൂര്യനും. ഇനി ഹീറോ എന്താ? ആദ്യത്തെ ഹീറോ എന്താ? കേൾക്കുക എന്ന് പറയുന്ന ഹിയർ ആണ്. രണ്ടാമത്തെ ഹിയർ എന്താ? ഹിയർ, ഇവിടെ എന്ന് പറയുന്ന ഹിയർ ആണ്. ടു ആദ്യത്തെ ടു എന്താ? ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നൊക്കെ പറയുന്ന ടു ആണ്. രണ്ടാമത്തെ ടു എന്താ? ടു മച്ച്, ദിസ് ഇസ് ടു മച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് വല്ലാണ്ട് കൂടുതലാന്നൊക്കെ പറയില്ലേ, ആ ടു ആണ്. ഇനി ഐ ഹാവ് ടു ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താ? യെസ്, രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ആ ടു എന്താണ്? രണ്ട് എന്നുള്ള അർത്ഥമുള്ള ടു ആണ്. ഇനി നോയും എന്താണ്? യെസ്, നോയും എന്താ? യെസ്, ഒന്നാമത്തെ നോ എന്താണ്? അറിയില്ല എന്നുള്ള നോയാണ്. രണ്ടാമത്തെ നോ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നോയാണ്. രണ്ടാമത്തെ നോ എന്താണ്? യെസ്, എനിക്ക് അറിയാം, ഐ നോ ദാറ്റ് എന്ന് പറയുന്ന നോയാണ്. ഇനി മീറ്റും എന്താ? ആദ്യത്തെ മീറ്റ് എന്താ? യെസ്, കണ്ടുമുട്ടുക എന്നുള്ള മീറ്റാണ്. യെസ്, കാണുക, കണ്ടുമുട്ടുക. രണ്ടാമത്തെ മീറ്റ് എന്താ? മാംസം, ഇറച്ചി എന്ന് പറയുന്ന മീറ്റാണ്. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നോക്കിയേ വീക്കും. ആദ്യത്തെ വീക്ക് എന്താ? ഞാൻ ടയേർഡ് ആണ് എന്നുള്ള വീക്ക്. രണ്ടാമത്തെ വീക്ക് എന്താണ്? ആഴ്ച എന്ന് പറയുന്ന വീക്കാണ്. ബ്രേക്കും. ആദ്യത്തെ ബ്രേക്ക് എന്താ? നിങ്ങൾ എപ്പോഴും ടീച്ചറോട് ചോദിക്കണ ബ്രേക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ബ്രേക്ക്. രണ്ടാമത്തെ ബ്രേക്ക് എന്താ? അല്ല, സോറി, ആദ്യത്തെ ബ്രേക്ക് അതല്ല, ഏതാണ്? പൊട്ടുന്ന ബ്രേക്കാണ്. ഓക്കെ, സോറി, അത് വരുന്നത് ഹോമണിമ്മിലാണ് കേട്ടോ. സോറി, ആദ്യത്തെ ബ്രേക്ക് എന്താണ്? താഴെ വീണ്ടും പൊട്ടുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ബ്രേക്കാണ്. ഓക്കെ, മറ്റേ ബ്രേക്ക് ഏതിലാ വരിക? ഹോമണിമ്മിലാ വരിക, നിങ്ങൾ ടീച്ചറോട് ചോദിക്കുന്ന ബ്രേക്ക്. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ ബ്രേക്ക് ഏതാ? വണ്ടിയുടെ ഒക്കെ ബ്രേക്ക് പിടിക്കുക എന്ന് പറയില്ലേ, ആ ബ്രേക്കാണ്. യെസ്. ഇനി പീസും എന്താ? ആദ്യത്തെ പീസ് സമാധാനം എന്നുള്ള പീസാണ്. എന്താണ്? സമാധാനം എന്നുള്ള പീസാണ്. രണ്ടാമത്തെ പീസ് എന്താ? കേക്കിന്റെ പീസ് എന്നൊക്കെ പറയില്ലേ, ആ പീസാണ്. ഓക്കെ, ടെയിലും എന്താ? ടെയിലും എന്താ? യെസ്, ആദ്യത്തെ ടെയില് വാല് എന്നുള്ള ടെയിലാണ്.
അല്ലെ? രണ്ടാമത്തെ ടൈൽ എന്താ? കഥകൾ, നാടോടി കഥകൾ, ഫോക്ക് ടൈൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ടൈലാണ്. അടുത്തത് സ്റ്റീലും. അതെന്താ? ആദ്യത്തെ സ്റ്റീൽ ഏതാ? മോഷ്ടിക്കുക, കട്ടെടുക്കുക എന്ന് പറയുന്ന സ്റ്റീലാണ്. രണ്ടാമത്തെ സ്റ്റീൽ ഏതാ? യെസ്, സ്റ്റീൽ പാത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്റ്റീലാണ്. ഇനി അലൗഡും എന്താണ്? ആദ്യത്തെ അലൗഡ് എന്താ? അനുവദിക്കുക എന്ന് പറയുന്ന അലൗഡ് ആണ്. രണ്ടാമത്തെ അലൗഡ് എന്താ? അലൗഡ്, യെസ്, ഉച്ചത്തിൽ എന്ന് നമ്മൾ പറയുന്ന അലൗഡ് ആണ്. ഓക്കെ, യെസ്. ഏവലെ ഇനിയിപ്പോ ബ്രേക്ക് എടുക്കാനുള്ള സമയമില്ല, ടീച്ചർ പെട്ടെന്ന് എടുത്ത് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് തന്നെയാ, പിന്നെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഹോമോണിംസ് എന്താ? ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഏതാ? ഹോമോഫോൺസ് എങ്ങനെയാ? ഏതാ? പറയുന്നത് മാത്രം ഒരുപോലെ ആയിരിക്കും, സ്പെല്ലിങ്ങും മീനിങ്ങും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, യെസ്. തൻവീർ സീലും ചോദിക്കുന്നുണ്ട്. ഏത് സീലാടാ? സീല് വയ്ക്കുന്ന സീലും പിന്നെ കടലിലെ സീലാണോ ഉദ്ദേശിച്ചേ? ഓക്കെ, പറയണേ. ഇനി ഹോമോണിംസ് എന്താണ്? സെയിം സ്പെല്ലിങ്ങും സൗണ്ടും ആയിരിക്കും. സ്പെല്ലിങ്ങും സെയിം ആയിരിക്കും, പറയുന്നതും ആ സീൽ നമുക്ക് പറയാം കേട്ടോ. ഇനി അത് രണ്ടും സെയിം ആയിരിക്കും, പക്ഷെ മീനിങ് മാത്രം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഹോമോണിംസ് എന്താണ്? യെസ്, അവിടെ ഒരാള് പർവണയാണോ? യെസ്, ഹാർബൺ. ആ, പറഞ്ഞോടാ. ഏതാടാ? പ്രോപ്പബിൾ ആണോ? ഇൻപ്രോപ്പബിൾ അല്ലെ? ആ, ഇൻപ്രോപ്പബിൾ എന്ന് വെച്ചാൽ അസംഭവ്യമായ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതൊരിക്കലും നടക്കാൻ പോണില്ല എന്നൊക്കെ പറയില്ലേ. ഇനി ഒരിക്കലും നടക്കാത്ത കാര്യത്തൊക്കെ നമ്മൾ പറയില്ലേ, ഇംപ്രോബബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയും കേട്ടോ അതിന്. ഓക്കെ, യെസ്. ഇനി നോക്കിയേ, അപ്പൊ ഹോമോണിംസ് എന്താ നോക്കിയേ. യെസ്, അപ്പൊ എന്താണ് ഹോമോണിംസ്? മാച്ച് നമ്മൾ എന്ത് പറയും? ഒന്ന് ക്രിക്കറ്റ് മാച്ച് എന്ന് പറയും അല്ലേ, ഗെയിമിനെ നമ്മൾ മാച്ച് എന്ന് പറയും. രണ്ടാമത്തെ ഏതാണ്? നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്ന് പറയും. ആ രണ്ട് മാച്ചിനും ഒരേ സ്പെല്ലിംഗ് ആണ്, ഒരേപോലെയാണ് നമ്മൾ പറയുന്നത്, പക്ഷെ എന്താണ്? മീനിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, യെസ്. ഇനി ലൈറ്റ് എന്താണ്? ഒന്നാമത്തെ ഏതാണ്? ബ്രൈറ്റ്നസ്. എന്താണ് ബ്രൈറ്റ്നസ് എന്ന് പറയും? എന്താണ്? ഈ റൂമിൽ നല്ല ലൈറ്റ് ഉണ്ട് എന്ന് പറയും, ബ്രൈറ്റ്നസിനെയാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് ഹെവി. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അത് തീരെ കനമില്ലാത്തതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് യെസ്, മാച്ച് ബോക്സ് ആശ പറയുന്നുണ്ട്. ഓക്കെ, അത് ഇതിൽ വരില്ല കേട്ടോ, അത് വേറെ കോണ്ടെക്സ്റ്റാ. ഓക്കെ, പാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ പാർക്ക് എന്താ? യെസ്, നമ്മൾ കളിക്കാനൊക്കെ പോകുന്ന പാർക്കാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? യെസ്, ഒരു വെഹിക്കിൾ പാർക്ക് ചെയ്തിടുക, കാറും ഒക്കെ പാർക്ക് ചെയ്തിടുന്നതിനാണ് നമ്മൾ പാർക്ക് എന്ന് പറയുന്നത്. അടുത്ത എന്താ? വാച്ച് എന്ന് വെച്ചാൽ എന്താ? ഒന്ന് നമ്മൾ കാണുക എന്ന് പറയുന്ന വാച്ച്, രണ്ടാമത്തത് നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ച്. ബാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് ഏത്? ആകാശത്ത് പറന്നെടുക്കുന്ന ബാറ്റ്, വവ്വാല്. പിന്നത്തെ ഏതാണ്? സ്പോർട്സ് എക്യുപ്മെന്റ്, ബാറ്റ് അല്ലേ, നമ്മൾ ക്രിക്കറ്റ് ബാറ്റ്, ബാഡ്മിന്റന്റെ ബാറ്റ് എന്നൊക്കെ പറയുന്ന ബാറ്റ്. അടുത്ത ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാമത്തത് ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലീവിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. എന്ത്? അവൾ ഈ മുറിയിൽ നിന്ന് പോയി, ലെഫ്റ്റ്, ഷീ ലെഫ്റ്റ് എന്ന് പറയാണ്. അടുത്ത ലെഫ്റ്റ് എന്താണ്? സിഗ്നൽ ആണ്, ഡയറക്ഷൻ ആണ് അല്ലേ, ലെഫ്റ്റ് എന്ന് പറയാണ്. ലെഫ്റ്റിലേക്ക് പോയിടത്തോട്ട് എന്ന് പറയുന്ന ഡയറക്ഷൻ ആണ് ആ ലെഫ്റ്റ്. ഓക്കെ അല്ലേ? യെസ്, ഫൈൻ. ഇതിനൊക്കെ എന്താണ്? സ്പെല്ലിങ്ങും പറയുന്നതും ഒക്കെ സെയിം ആണ്, പക്ഷെ ആൻസർ മാത്രം യെസ്, റൈറ്റും നമുക്ക് അതുപോലെ പറയാം കേട്ടോ തൻവീർ. യെസ്. ഇനി ഇത് നമ്മൾ ഇപ്പൊ പറഞ്ഞ സെയിം സാധനമാണ്, അതുകൊണ്ട് ടീച്ചർ ഒന്നുകൂടി പറയുന്നില്ല. ഏത്? ഈ പറഞ്ഞ ലൈറ്റും വാച്ചും ബാർക്കും റൈറ്റും ഒക്കെ എന്താണ് കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് അതിന്റെ മീനിങ് മാറുന്നത്. എന്താണ്? ഇപ്പൊ ലൈറ്റ് എന്ന് പറയുന്ന വേർഡ് അത് ആദ്യത്തെ സെന്റൻസിൽ ദ റൂം വാസ് ഫിൽഡ് വിത്ത് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ആ റൂമിൽ നിറയെ ലൈറ്റ് ഉണ്ടെന്നാണ് അല്ലെ, നിറയെ പ്രകാശം ഉണ്ടെന്നാണ്. ദിസ് ബാഗ് ഇസ് വെരി ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് ആയിട്ട് ആ ബാഗിൽ തീരെ ഭാരമില്ല എന്നാണ്. അപ്പൊ എന്താണ്? ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ഏത് വേർഡാണ്, എന്താണ് ഇതിന്റെ മീനിങ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയാണ്ട് പോയൊരു വേർഡ് ബാർക്കാണ്. ബാർക്ക് എന്ന് വെച്ചാൽ ഏതാണ്? യെസ്, ഡോഗ് ബാർക്ക് ചെയ്യാന്ന് നമ്മൾ പറയും അല്ലേ. യെസ്, ലെഫ്റ്റ് എന്ന് വെച്ചാൽ അവശേഷിക്കുന്നു എന്നും അർത്ഥമുണ്ട് കേട്ടോ അശ്വിനെ, അതുകൊണ്ട്. യെസ്, ആകെ ലെഫ്റ്റ് ആയിട്ടുള്ളത് ഇതാണെന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, ലെഫ്റ്റ് ഓഫ് ഫുഡ് എന്നൊക്കെ നമ്മൾ പറയും, ബാക്കിയുള്ള ഭക്ഷണം എന്നൊക്കെ പറയില്ലേ. യെസ്, അത് തന്നെയാണ്. ഓക്കെ, ബാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഡോഗിന്റെ സൗണ്ടിനെ നമ്മൾ ബാർക്ക് എന്ന് പറയും, അതുപോലെ മരത്തിന്റെ തടീനെ, മരത്തിന്റെ പുറത്തുള്ള തോലിനെ നമ്മൾ ബാർക്ക് എന്ന് പറയും. ഓക്കെ, പിന്നെ റൈറ്റ് എന്താണ്? കറക്റ്റ് എന്നും പറയും, ഡയറക്ഷനും പറയും, റൈറ്റിലേക്ക് എന്നുള്ള ഇതും പറയും. അവിടെ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ദേവനാരായണൻ. സ്കൂളില് പ്രോപ്പർ ആയിട്ട് വരാണ്ടാവുമ്പോ ഇംപ്രോപ്പബിൾ എന്നൊക്കെ പറയില്ലേ? അത് ഇംപ്രോബബിൾ എന്നല്ലടാ പറയാ സ്കൂളിൽ. അതിപ്പോ നമുക്ക് ഇംപ്രോപ്പർ ആന്ന് പറയാം.
പ്രോപ്പർ ആണ് അത് വരിക, പ്രോബബിൾ അല്ല കേട്ടോ. ആള് അത്ര പ്രോബബിൾ ആയിട്ടൊന്നും വരില്ല എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. അദ്വിക ഹാൻഡ് റൈസ് ചെയ്യുമ്പോളെ ഓക്കേടാ. യെസ്, അടുത്തതും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ബാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്ക് എന്താണ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്കും പറയും, പൈസ കൊണ്ടിടുന്ന ബാങ്കും ഉണ്ട്. അതുപോലെ ഏതാണ് ഒരു ബാങ്ക്, റിവറിന്റെ സൈഡിനെ നമ്മൾ ബാങ്ക് എന്ന് പറയും, റിവർ സൈഡിനെ നമ്മൾ ബാങ്ക് എന്ന് പറയും. ഓക്കെ, പിന്നെ മാച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഷാർപ്പ് എന്താണ്, ദ നൈഫ് ഈസ് വെരി ഷാർപ്പ് എന്ന് നമ്മൾ പറയും, കത്തിക്ക് ഭയങ്കര മൂർച്ചയുണ്ടെന്ന് പറയും. അതുപോലെ ഷാർപ്പ് സ്റ്റുഡന്റ് ആണ് എന്ന് വെച്ചാൽ എന്താണ്, നല്ല ഇന്റലിജന്റ് ആയ സ്റ്റുഡന്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. യെസ് മോളെ പറഞ്ഞോ. ആണോ? എടാ ഒരു കാര്യം ചെയ്താൽ മതി, റെക്കോർഡഡ് ക്ലാസ് ഒന്ന് ക്ലാസ് ടീച്ചറെ ചോദിച്ചു മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കേടാ. യെസ്, കോമ്പൗണ്ട് വേർഡ്സ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് വേർഡ്സ് എന്താ? യെസ്, കോമ്പൗണ്ട് വേർഡ്സ് നമ്മൾ പറഞ്ഞു, 2 or 3 വേർഡ്സുകൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന വേർഡ്സ് ആണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്? യെസ്, 2 വേർഡ്സ് അല്ലേ, 2 വേർഡ്സ്, അതിന്റെ ഇടയിൽ എന്തുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ ഐസ് എന്ന് പറയുന്ന വേർഡും ക്രീം എന്ന് പറയുന്ന വേർഡ് രണ്ടും കൂടി ചേർത്ത് വെച്ച് ഐസ്ക്രീം എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിനെ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ, അതിന്റെ ഇടയിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെയാണ് ഇത് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് എന്ന് പറയുന്ന വേർഡും ഓഫീസ് എന്ന് പറയുന്ന വേർഡും ചേർത്തിട്ടാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കുന്നത്. ഇനി ഹൈസ്കൂൾ എന്താണ്, ഹൈ എന്ന് പറയുന്ന വേർഡും സ്കൂൾ എന്ന് പറയുന്ന വേർഡും ചേർത്തിട്ടാണ് ഹൈസ്കൂൾ എന്ന് പറയുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഇടയിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് എന്ത്, നമ്മൾ ഇതിനെ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ബസ് സ്റ്റോപ്പ്, ഫുൾ മൂൺ, കോഫി ഷോപ്പ്, പോലീസ് സ്റ്റേഷൻ, ഡൈനിങ് ടേബിൾ, മൊബൈൽ ഫോൺ, ഇതൊക്കെ എന്താണ്, ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഓക്കെ, അടുത്ത ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്താ, ചില വേർഡ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഹൈഫൺ ഇടും. ഓക്കെ, അങ്ങനെ ഹൈഫൺ ഉള്ള വേർഡ്സിനെയാണ് നമ്മൾ ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ അങ്ങനത്തെ വേർഡ്സ്, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഏത്, അതൊക്കെ എന്താണ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ലോങ് ഡിസ്റ്റൻസ്, സെൽഫ് കൺട്രോള്, വെൽ നോൺ, പാർട്ട് ടൈം ജോബ് എന്ന് നമ്മൾ പറയും, ചെക്ക് ഇൻ, ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈം എന്ന് നമ്മൾ പറയും, ഗുഡ് ലുക്കിംഗ്, നന്നായിട്ടുള്ള ഒരാള് ഗുഡ് ലുക്കിംഗ് ആണ് എന്നൊക്കെ പറയില്ലേ. ഇനി വൺ സൈഡഡ്, ഒരു സൈഡിൽ മാത്രം, ഒരു വശത്തുനിന്ന് മാത്രം ഉള്ളത്. ഓക്കെ, അപ് ടു ഡേറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത്. എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയാൻ നമ്മൾ പത്രത്തിന്റെ ഒക്കെ എഡിറ്റർ ഇൻ ചീഫ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്താ, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്താ, യെസ്, എന്താണ്, ഇതിന്റെ ഇടയിൽ ഗ്യാപ്പും ഉണ്ടാവില്ല, ഹൈഫണും ഉണ്ടാവില്ല. എന്താണ്, ടൂത്ത് എന്ന് പറയുന്ന വേർഡും ബ്രഷ് എന്ന് പറയുന്ന വേർഡും കമ്പൈൻ ചെയ്തു, ടൂത്ത് ബ്രഷ് ആയി. യെസ്, പറഞ്ഞൊക്കെ എക്സാമ്പിൾ ഇട്ടുണ്ട്. അപ്പൊ ടൂത്ത് ബ്രഷ് ആയി, അപ്പൊ എന്താണ്, അത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്, ക്ലോസ്ഡ് ആണ്, അവരുടെ ഇടയിൽ വിടവൊന്നും ഇല്ല, അതുപോലെ ഹൈഫൺസും ഇല്ല. ഓക്കെ, യെസ്. ഇനി ഫുട്ബോൾ അതുപോലെ തന്നെയാണ്. നോട്ട്ബുക്ക് എന്ന് പറയുന്ന വേർഡ് അങ്ങനെയാണ്. ക്ലാസ് റൂമും കൂടി ചേർക്കുന്നതാണ്. ഓക്കെ, യെസ്. സൺഫ്ലവർ, സണ്ണും ഫ്ലവറും കൂടി ചേർക്കുന്നതാണ്. റെയിൻകോട്ട്, റെയിനും കോട്ടും ചേർത്തിട്ടാണ്. ബ്ലാക്ക് ബോർഡ്, ബ്ലാക്കും ബോർഡും ചേർക്കുന്നു. ബർത്ത്ഡേ, ഹോംവർക്ക്, ഹെയർ കട്ട്, എല്ലാം അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇവരൊക്കെ എന്താണ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. മാംഗോ ഒന്നും അതിൽ വരില്ലടാ, മാംഗോ ഒരു ഫ്രൂട്ടിന്റെ പേരല്ലേ. ഓക്കെ, അത് 2 വേർഡ്സ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ. മാനും ഗോയും ആണെങ്കിലും അത് ഒരിക്കലും ഒരു കോമ്പൗണ്ട് വേർഡ് അല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ലാസ്റ്റ് സ്ലൈഡ് ആണ്. ഓക്കെ, കൺഫ്യൂസിങ് വേർഡ്സ്. ഇതെന്താണ്, കാണാനും കേൾക്കാനും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ചില വേർഡ്സ് ഉണ്ടാവും അല്ലെ, ചില വേർഡ്സ് ഉണ്ടാവും. അതാണെങ്കിൽ ഡിഫറെന്റ് മീനിങ് ആയിരിക്കും ഇതുപോലെ. അപ്പൊ നമുക്ക് ചിലത് ഈസിലി നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. അക്സെപ്റ്റും എക്സെപ്റ്റും പറയുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നുമല്ലേ, അക്സെപ്റ്റും എക്സെപ്റ്റും. എന്താണ് അക്സെപ്റ്റ് എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുക, നമ്മളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി എക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, യെസ്, എക്സ്ക്ലൂഡ് ചെയ്യാം. എക്സെപ്റ്റ് എന്താ, എവരി വൺ കെയിം എക്സെപ്റ്റ് ജോൺ എന്ന് വെച്ചാൽ എന്താ, ജോൺ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നു. അപ്പൊ എക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, മാറി നിന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയത്, ഒഴിഞ്ഞു പോയത് അതിൽ നിന്ന്. അതിനാണ് നമ്മൾ എന്താ പറയാ, എക്സെപ്റ്റ് ചെയ്യാന്ന് പറയാം, എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഇനി അഫക്റ്റും ഇഫക്റ്റും. അത് അന്ന് കുറെ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. എന്തായിരുന്നു അഫക്റ്റ് എന്ന് വെച്ചാൽ ടു ഇൻഫ്ലുവൻസ്, ഒരു കാര്യം നമ്മൾ അഫക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ബാധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, നമ്മളെ ബാധിക്കുന്നു. ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ, റിസൾട്ട് ആണ്. ഇപ്പൊ ആ ഒരു കാര്യം നമ്മൾ അഫക്റ്റ് ചെയ്തത് കൊണ്ട്, ഇപ്പൊ നമ്മൾ പറയാണ് എന്നെ പനി വന്നു എനിക്ക്, ഇപ്പൊ പനി എന്നെ അഫക്റ്റ് ചെയ്തു, അതിന്റെ എഫക്റ്റ് ആയിട്ട് എന്ത് പറ്റി, എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് പറയാണ്. അപ്പൊ എന്താണ്, നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ, അതിന്റെ റിസൾട്ട് ആണ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ് വൈഷ്ണവ് പറയൂ. യെസ്, ഇനി ദയർ, ദർ, ദയാർ. എന്താണ് ആദ്യത്തെ ദയർ, എന്താ, ബിലോങ്ങിങ് ടു ദം.
എന്താണ് അത് അവരുടേതാണ്. ദിസ് ഈസ് ദയർ ഹൗസ്, ഇത് അവരുടെ വീടാണ് എന്ന് പറയാണ്. ദയർ അവരുടെ. രണ്ടാമത്തെ ദയർ ഏതാ? പ്ലേസ്, ഒരു പ്ലേസ്. എന്താണ്? ദ ബുക്ക് ഇസ് ഓവർ ദർ, ആ ബുക്ക് അവിടെ ഉണ്ട് എന്ന് പറയാണ്. ഒരു പ്ലേസിനെ സൂചിപ്പിക്കുകയാണ്. ദർ അവിടെ എന്ന് പറയാണ്. ഇനി ദേ ആർ, എന്താണ്? ദേ ആർ അവർ എന്നാണ്. ദേ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്, അവർ പുറത്ത് കളിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോ ദേറും ഇതൊക്കെ ആക്ച്വലി പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്, പക്ഷെ ചിലർ പറയുമ്പോൾ ഒരേപോലെ പറയും. അപ്പൊ നമുക്ക് എന്ത് പറ്റും? കൺഫ്യൂഷൻ വരും. അപ്പൊ ആദ്യത്തെ എന്താണ്? ദയർ, ദയർ അവരുടെ. അടുത്തത് ദർ അവിടെ. ഇനി ദേ ആർ അവർ. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? യുവർ. യുവർ എന്ന് വെച്ചാൽ എന്താണ്? ബിലോങ്ങിങ് ടു യു, നിന്റെ എന്ന് പറയാണ്. ദിസ് ഈസ് യുവർ ബാഗ്, നിന്റെ ബാഗ് ആണ്. യു ആർ എന്ന് വെച്ചാൽ എന്താണ്? യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എന്റെ എന്ന് പറയാണ്. യു ആർ നീ എന്നുള്ളതാണ്. മറ്റേത് യുവർ എന്ന് വെച്ചാൽ നിന്റെ, യു ആർ എന്ന് പറയുമ്പോൾ നീ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ദെൻ എന്ന് വെച്ചാൽ എന്താണ്? ടൈം. ഫിനിഷ് യുവർ വർക്ക് ദെൻ പ്ലേ, ആദ്യം നീ നിന്റെ വർക്ക് ഫിനിഷ് ചെയ്യും എന്നിട്ട് നീ കളിക്കാൻ പൊക്കോ എന്ന് പറയാണ്. ദെൻ സമയത്തെ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം നീ ഇന്നത് ചെയ്തോളൂ എന്ന് പറയാണ്. ദെൻ എന്ന് പറയാണ്. ഓക്കെ. ദാൻ എന്ന് പറയുമ്പോ എന്താ? കമ്പാരിസൺ ആണ്. എന്താണ്? രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യാണ്. എന്താണ്? ഷീ ഈസ് ടോളർ ദാൻ മീ, അവൾ എന്നെക്കാളും ഉയരം ഉണ്ട് അവൾക്ക് എന്ന് പറയാണ്. ദാൻ, എന്താണ്? ദാൻ, ടോളർ ദാൻ എന്നൊക്കെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ദാൻ യൂസ് ചെയ്യുന്നത്. ഇനി ലോസ് എന്താണ്? ലോസ് എന്താണ്? നോട്ട് വിൻ. യെസ്, നമ്മൾ ജയിക്കാത്ത അവസ്ഥയാണ് അല്ലെ, നമ്മൾ തോറ്റു എന്നുള്ളതാണ് ലോസിന്റെ അർത്ഥം. ലൂസ് എന്താണ്? ഈ പാന്റ് ലൂസ് ആണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അതായത് ടൈറ്റ് അല്ല, ലൂസ് ആണ് എന്ന് പറയും. യെസ്. ഇനി അടുത്തത് എന്താണ്? ക്വയറ്റും ക്വയറ്റും. ഇത് തെറ്റിക്കരുത്, ഇതിന്റെ സ്പെല്ലിംഗ് ഭയങ്കര സിമിലർ ആണ് രണ്ടും. നിങ്ങൾ നോക്കിയേ, എന്താണ്? ആകെ ഇതിനകത്ത് വ്യത്യാസം ഉള്ളത് എന്താണ്? യെസ്, ഐയും ഇയും ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വയറ്റ് എന്താണ്? ക്വയറ്റ് എന്താണ്? സൈലന്റ് എന്നുള്ളതാണ്. കീപ് ക്വയറ്റ് എന്ന് പറയും. ഷീ ഈസ് ക്വൈറ്റ് ഹാപ്പി, എന്താണ്? അവള് വളരെ ഹാപ്പിയാണ്. ആദ്യത്തെ ക്വയറ്റ് എന്താണ്? സൈലന്റ് എന്നുള്ള മീനിങ് ആണ്. രണ്ടാമത്തെ എന്താണ്? വെരി, വളരെയധികം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോ ഷീസ് എന്താ പറയാ ക്വൈറ്റ് ഹാപ്പി എന്ന് എഴുതേണ്ട അടുത്ത് ചിലപ്പോൾ സൈലന്റ് എന്നുള്ള ക്വയറ്റ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഫൈൻ. യെസ്, അപ്പോ കഴിഞ്ഞു. അവിടെ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, യെസ്. എന്താടാ? ബോധേഡോ? ബോധറേഡോ? ആ, ബോധറേ എന്ന് വെച്ചാൽ ഞാൻ അതിനെ കുറിച്ച് ബോധറേഡ് ആണെന്ന് വെച്ചാൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയില്ലേ, ഞാനൊരു കാര്യത്തിനെ കുറിച്ച് അയ്യോ മക്കളെ ലീവ് ആവല്ലേ കേട്ടോ, ക്ലാസ് കഴിഞ്ഞു വെച്ചാൽ ആരും ലീവ് ആവല്ലേ, ഒരു മിനിറ്റ്. ഓക്കെ, ബോധേഡ് എന്ന് വെച്ചാൽ ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് ബോധർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ബോധർ ചെയ്യുന്നു, ഞാൻ അതിനെ കുറിച്ച് ബോധേഡ് ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ആ കാര്യം അഫക്റ്റ് ചെയ്യും, നമ്മൾ ആ കാര്യം ബാധിക്കും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഞാൻ പറയാം ഞാൻ അതിനെക്കുറിച്ച് ബോധേഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആ കാര്യം നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ബോധേഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. വേറൊരു ഹാൻഡ് റൈസ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, മക്കളാരും പോവല്ലേ, വെയിറ്റ് ചെയ്യൂ. യെസ്, യെസ് ഹരിത. ക്വയറ്റും ക്വയറ്റും ആണോ? യെസ്. ആദ്യത്തെ ക്വയറ്റ് എന്ന് വെച്ചാൽ സൈലന്റ് എന്നുള്ള ഏതാ? സ്ട്രോങ് വൊക്കാബുലറിയുടെ മുന്നോ? സ്ട്രോങ് വൊക്കാബുലറി ആണല്ലോടാ ആദ്യത്തെ സ്ലൈഡ്, അതിലേതാ? ഒരു മിനിറ്റ് മിസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, മീൻവൈൽ നിങ്ങൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാം. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, ഇനി ടീച്ചർ വരില്ല ക്ലാസ് എടുക്കാൻ. അപ്പൊ നിങ്ങൾ ഇനി ക്ലാസ്സിനെ കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ക്ലാസ്, അത് പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ. ഓക്കെ, അപ്പൊ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, കുറച്ച് പേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞെല്ലാരും. യെസ്, ഹാൻഡ് റൈസ് ചെയ്തേ, ഇല്ലെങ്കിൽ ടീച്ചർ വിളിക്കും ഓരോരുത്തരായിട്ട്. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. യെസ്, അവിടെ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡൗട്ടാണോ എന്താണ്? യെസ്, 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 സാരംഗ്. ക്ലാസ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ
ചിലപ്പോ മനസ്സിലായില്ലേ ടീച്ചർ അപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താ കുറച്ച് ടഫായിട്ട് ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. മനസ്സിലായോ കുറെ തവണ ചോദിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടും മാം കുറെ നേരം നമുക്ക് പറഞ്ഞു തരാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. മനസ്സിലായില്ല എല്ലാം സെറ്റ് അല്ലേ? ഇതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. യെസ്, അടുത്ത കുറച്ച് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. യെസ് യെസ് അലൻ. വീഡിയോ എടുക്കണം. ആ പറഞ്ഞോ. താങ്ക് യുടാ. മനസ്സിലായോ എല്ലാം? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ അതും കൂടി പറഞ്ഞോട്ടെ. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം കുറച്ച് കൂടുതലെങ്കിലും തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ ഇപ്പോ? ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു. യെസ്, അടുത്ത ആളാരാ? യെസ് യെസ് പറഞ്ഞ മോനെ. യെസ്, മിസ്സിന്റെ ക്ലാസ് അടിപൊളിയാണ്. എല്ലാം മനസ്സിലാക്കി തരും. അവസാനം വരെ എന്നോട് എഫേർട്ട് എടുത്തിട്ട് ക്ലാസ് പറഞ്ഞു തരും. നല്ല വൈബിലാണ് പറഞ്ഞു തരാം. റെസ്റ്റോറന്റ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. ഇന്നും കൂടി ഉള്ളൂ. ഇനിയിപ്പോ പുതിയ ആൾക്കാർ വരും എടുക്കാൻ. ഓക്കെ ഓക്കേടാ, താങ്ക് യു. യെസ് പർവണ. യെസ് പറഞ്ഞോടാ. താങ്ക് യു. എത്ര മനസ്സിലാവാത്ത ആളായിരുന്നു ഭയങ്കര മനസ്സിലാവും. ഓക്കെ അരിഞ്ഞു. താങ്ക് യു. മനസ്സിലാവുന്നില്ല അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ ഇതുവരെ എടുത്തൊക്കെ? ഓക്കേടാ, താങ്ക് യു. യെസ് ദേവനാരായണൻ. മിസ് റോഡ് വളരെ ഫ്രണ്ട്ലിയായിട്ടൊക്കെ ഒന്ന് പറഞ്ഞത്. പറഞ്ഞതെല്ലാം നന്നായിട്ട് മനസ്സിലാവും. റിപ്പീറ്റ് ചെയ്തില്ല, പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും. പഠിപ്പിച്ചതില് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചതിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ടീച്ചർ മിസ്സാണ്. താങ്ക് യുടാ. ഓക്കെ, ഇനി അടുത്ത ആളായതാ? യെസ് ഓക്കെ, അടുത്ത ആള് പറയൂ. യെസ് ഷാരൻ പറയൂ. എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നോ? ഷാരൻ പറയാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിക്ക. ഷാരനെ പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. ടീച്ചർ ക്ലാസ് നല്ല മനസ്സിലാവുന്നുണ്ട്. ചെറുതായിട്ട് സങ്കടമുണ്ട്. സങ്കടമുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കഴിഞ്ഞില്ല, ആകെ 4 ക്ലാസ് ഞങ്ങൾ എടുക്കാൻ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞു. ഓക്കെ താങ്ക് യു. അല്ല ഷാരോടെ, നീ ഇത്ര നാള് പറഞ്ഞിട്ട് സോഷ്യൽ ആണല്ലോ. അജയ് സാർ വന്നിട്ടുണ്ട്. ഞാനിത് നിന്നെ പഠിപ്പിക്കില്ലടാ. അയ്യോ, അജയ് സാറിന്റെ ഇടയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് വന്നതോ ഇത്. ഇനിയിപ്പോ പറയുമ്പോ സോഷ്യൽ ഇഷ്ടാന്ന് പറഞ്ഞവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞോട്ടോ. അജയ് സാർ ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത ആള്. യെസ് നൗമിക. യെസ് ഗുഡ് ഈവനിങ്. മിസ്സിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. പിന്നെ മിസ് ക്ലാസ് എടുക്കുന്നത് നല്ല എന്താ പറയാ, നല്ല ഗെയിം കളിക്കുന്ന പോലെയായിരുന്നു. നല്ല രസമായിരുന്നു. ഓക്കേടാ ഓക്കേടാ, താങ്ക് യു. യെസ് ഹരിത. മിസ്സിന്റെ ക്ലാസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ബോറടിക്കില്ല. ഭയങ്കര വൈബായിരുന്നു. എനിക്ക് മിസ്സിനോട് കോമഡി ഒക്കെ പറയുന്നത് ഞങ്ങൾ അതിന് ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്റെ കോമഡിക്ക് ആകെ ചിരിക്കുന്നത് നിങ്ങളാ. ഡൗട്ട് തോന്നിയാൽ തന്നെ അപ്പൊ തന്നെ റിയാക്ട് ചെയ്ത് മിസ് അത് ക്ലിയർ ആക്കി തരും. മൊത്തത്തില് വിഷമമുണ്ട്. എന്നാൽ കുറച്ചാണ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ഉണ്ടെന്ന്. ഓക്കേടാ, താങ്ക് യു.
യെസ് യെസ് പ്രാർത്ഥന. മിസ്സിന്റെ ക്ലാസ്സസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് മിസ് പഠിപ്പിക്കുന്നത്. മിസ്സിന്റെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ വേണം, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. യെസ് ഇനി യെസ് യെസ് വേറെ ആയിരിക്കും ഹാൻഡ് റൈസ് കാണുന്നുണ്ട്. യെസ് ഓക്കെ അവിടെ കുറച്ചൊരു ഹാൻഡ് റൈസ് അനൈ. യെസ് യെസ് ഓക്കെ രണ്ടേടാ. ആ ഓക്കെ പറഞ്ഞോ മോനെ, പറഞ്ഞോ അലൻ. അൺമ്യൂട്ട് ആയില്ലേ? യെസ് ആ പറഞ്ഞു. ഇതെല്ലാം കുറച്ചറിയാനോ അത് ഇതിപ്പോ ഈ ക്ലാസ്സിൽ വിട്ടെല്ലാം നല്ലോണം ഫുള്ളായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഇനി അടുത്ത 9th എത്തുന്നതിനുള്ള ക്ലാസ് എല്ലാം എളുപ്പമായിട്ട് മനസ്സിലാവും. ഇത്ര കാര്യം അറിയില്ലേ ക്ലാസ് എല്ലാം പഠിച്ച് ഇന്നവരെ ഇത്ര കാര്യം നല്ല എക്സ്പീരിയൻസ് സെറ്റായി. ഓക്കെ താങ്ക് യുടാ, താങ്ക് യു. ഓക്കെ ഓക്കേടാ. അടുത്ത ആളാരവിടെ? യെസ് 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 പറഞ്ഞോ മോനെ. യെസ് അൺമ്യൂട്ട്. യെസ് ആ പറഞ്ഞോടാ. മിസ്സിന്റെ ക്ലാസ് കൊള്ളായിരുന്നു, എല്ലാം മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. ഓ താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ യെസ് യെസ് ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? യെസ് 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 ബാക്കി കുറച്ചുപേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. മിസ് ഇന്ന് വിട്ടപ്പറയൊക്കെയാണോ? ആ അതെ, ഇന്ന് വിട്ട പറയുകയാണ് ഹൈസ്കൂൾക്കാരോട്. മക്കളെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ലാംഗ്വേജ് ഫെസ്റ്റ് ആയിരുന്നു ഇതുവരെ സാർ ചാറ്റ് ബോക്സ് നടത്തിയത്. 2-3 ആൾക്കാർ ഫെലിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഹായ് ഹായ് പറയുന്നു. അങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജ് ഫെസ്റ്റ് മക്കളെ, നിങ്ങളുടെ ലാംഗ്വേജ് ഫെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലാംഗ്വേജ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? 2-3 ആൾക്കാർ ഒരു 2-3 നിങ്ങൾ ആ ലാംഗ്വേജ് ഫെസ്റ്റിന്റെ ഇമ്പ്രൂവ് ആയതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ്? ഇംഗ്ലീഷ് അറിയുന്നവർക്ക് നല്ലവണ്ണം ഉപകാരപ്പെട്ടു. ഇപ്പൊ കുറച്ച് ഞാൻ ഓടി കണ്ടു. സാർ ആന്റണി സാർ യെസ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് 2-3 ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ പെട്ടെന്ന്. നേരത്തെ കേട്ടില്ല, സാർ കേട്ടില്ല. ഞാൻ കേട്ടില്ലേ, കുറച്ച് ആൾക്കാർ മാത്രമേ കേട്ടിട്ടുള്ളൂ. 2-3 ആൾക്കാർ ഇപ്പൊ വരുമ്പോ യെസ് ഈ പറയുന്നവരൊക്കെ. വേദിക ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. വേദിക കുട്ടി, വേദിക കുട്ടി എവിടെ? നിങ്ങൾ റിയാക്ഷൻ ബട്ടണിൽ ഹാൻഡ് റൈസ് ചെയ്യേണ്ട ഓപ്ഷൻ. യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു വേദിക കുട്ടിക്ക് ഇന്നത്തെ ഈ ഒരു മൊത്തത്തിലൊരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷും ബേസിക് ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? എങ്ങനെയുണ്ട് വേദിക കുട്ടിക്ക്? ഇഷ്ടപ്പെട്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാർ. അൺമ്യൂട്ട് ഓപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇമ്പ്രൂവ് ആയി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതേപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലൊക്കെ ഇപ്പൊ 8th-ലാണെങ്കിലും ഇതേപോലത്തെ ഒക്കെ കുറെ യൂസ് ചെയ്യണം. അപ്പൊ ഈ ബേസിക് ക്ലാസ് 9th-ക്ക് ഡെഫിനറ്റ്ലി ഉപകാരപ്പെടും. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ സാറ് മാത്സിലേക്ക് ഫുൾ മാർക്ക് ആട്ടോ എക്സാമില്. ആണോ? ഒരുപാട് സന്തോഷം. സൂപ്പർ. ആദ്യമായിട്ടാണോ ഫുൾ മാർക്ക് കിട്ടുന്നത്? അല്ല, എനിക്ക് ഓൺ എക്സാമിൽ ഫുൾ മാർക്ക്. ശരി, പിന്നെന്താ വേണ്ടേ? സെറ്റ്. ഓക്കെ സൂപ്പർ സൂപ്പർ. ഒരുപാട് സന്തോഷം. ഇനി ഒരാളും കൂടി സാർ, ഒരാളും കൂടി നമുക്ക് വിളിക്കാം. ഒരാളും കൂടി. ആരാണ്? ഫെലിക്സ്. അതാണ് ഫെലിക്സ് സാർ. അവൻ അലനാണോ? അത് അലനെ വിളിച്ച്. അലനെ മിസ്സിനെ അറിയായിരിക്കും നന്നായിട്ട്. ഓ അങ്ങനെയാണോ? കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാം. അത് ശരി. അലനെ എങ്ങനെയുണ്ട് അലനെ? സാർ പിൻ ചെയ്ത് നോക്കൂ. ഇംഗ്ലീഷില് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് ഓൾറെഡി അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്ന വിഷയം ഇംഗ്ലീഷ്. പിന്നെ ഇംഗ്ലീഷില് ഇതൊക്കെ ആയപ്പോ നല്ലോണം അറിയാൻ വേർഡ്സിനെ കുറിച്ചും പിന്നെ ഗ്രാമർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഓക്കെ സൂപ്പർ. അപ്പൊ ഇമ്പ്രൂവ് ആയി. സെറ്റാണ്. ഓക്കേടാ.
യെസ്. സോ അങ്ങനെയാണെങ്കിൽ ടീച്ചർ എല്ലാവർക്കും കൂടെ സംസാരിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം കുറേ ഏകദേശം. സംസാരിച്ചു. അത് ബാക്കിയുള്ളവരൊക്കെ എന്താ വെറുതെ ടീച്ചറോട് വിട പറയാൻ പോവുക ടാറ്റ ബൈ ബൈ പറയാൻ വന്നതാണോ? സാർ ഒന്ന് മൂവ് ചെയ്തിട്ടില്ലയോ? ഓക്കെ. അത് ആർക്കെങ്കിലും ടീച്ചറോട് ലാസ്റ്റ് സൂപ്പർ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. ഇനി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇല്ല. ചാറ്റ് ബോക്സ് ഒന്ന് എടുക്കുക താഴോട്ടേക്ക്. ഓക്കെ, യെസ് യെസ്. ഓക്കെ, സാറിനെ മിസ് ചെയ്തു ഫെലിക്സ്. ഓക്കെ, ഫെലിക്സ് ഒന്ന് വിളിക്ക് സാർ. ഫെലിക്സ് എന്താണ് ഫെലിക്സ്, എങ്ങനെയുണ്ട് ഫെലിക്സ്? ഫെലിക്സ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഹായ്, എങ്ങനെയുണ്ടാടാ? ഇത് മൊത്തത്തില് നിങ്ങൾക്ക് ലാംഗ്വേജ് ഫെസ്റ്റ് വിട പറയുകയാണ്. ഫുൾ ഓഫ് ലാംഗ്വേജ് ആണ് നിങ്ങൾ പഠിച്ചത്. എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ഞാനാണെങ്കിൽ 2 ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ട്രിപ്പ് പോയി അതിന്റെ ഇടയില്. ഓക്കെ, പക്ഷെ ക്ലാസ് എനിക്ക് അറിയാൻ ഇംഗ്ലീഷ് അത്യാവശ്യം. എനിക്ക് കഴിഞ്ഞ വട്ടം ഫുള്ള് കിട്ടിയത്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റി ഈ വട്ടം. നല്ല ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. എനിക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളും ഞാൻ പഠിച്ചെടുത്തു ഇതിനകത്ത്. ഓക്കെ, ടീച്ചറോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? സീനാണ്. താങ്ക് യു ഫെലിക്സ്. ഓക്കേടാ, സാറ് സീനാണ്. സാറ് പണ്ടേ സീനാണ്. ഒരുപാട് സന്തോഷം ഫെലിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. മക്കളെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ടീച്ചറോട് ടാറ്റ ബൈ ബൈ പറയാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ആർക്കും ഒന്നും പറയാനൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാരും പറഞ്ഞു, ഏകദേശം ടാറ്റയൊക്കെ പറഞ്ഞു. കുറെ പേര് നേരത്തെ, ഞാൻ വന്നപ്പോ തൊട്ടേ എനിക്ക് ടാറ്റ തന്നോണ്ടിരിക്കുക. ശരി, കഴിഞ്ഞു, വന്നപ്പോ തൊട്ടേ ടാറ്റ തന്നു തീർത്തു. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. യെസ്, നമുക്ക് പോവാം. സോ മക്കളെ, നമ്മള് വിട പറയുകയാണ്. ടീച്ചറോടും ടാറ്റ ബൈ ബൈ പറയുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ബൈ ബൈ ടാറ്റ. അപ്പൊ കഴിഞ്ഞു. നിങ്ങൾ എല്ലാരും നല്ല മക്കളായിട്ട്, ആകെ 4-5 ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിലും നമ്മൾ കുറെ ടോപ്പിക് ഒക്കെ നോക്കി, എല്ലാരും ഭയങ്കര ഇന്ററാക്ട് ചെയ്ത് ടീച്ചറോടും ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. ടീച്ചർക്ക് തെറ്റിയതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് ഇരുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ എന്താണ്, കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നുള്ളെങ്കിലും നിങ്ങൾ അടിപൊളിയായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞു, ഫൈനൽ. ഓക്കെ, അപ്പൊ താങ്ക് യു എന്റെ ക്ലാസ്സിൽ ഇത്രയും അടിപൊളിയായിട്ട് ഇരുന്നതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിന്. താങ്ക് യു. ഐ മിസ് യു. ബൈ ബൈ. ഗുഡ് നൈറ്റ്.